നമസ്കാരം. ഹാർവിയറ പ്രസൻസ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൽ ഇതുവരേക്കും ഒരുപാട് അതിഥികൾ ഇങ്ങനെ മാറി മാറി വരും. അവരുടെ സുന്ദരമായ നിമിഷങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ആ ഒരു യാത്രയെക്കുറിച്ച് ഇതെല്ലാം അവർ വാതോരാതെ സംസാരിക്കുന്നതാണ് നമ്മൾ ഇതുവരേക്കും കണ്ടുകൊണ്ടേയിരുന്നത്, അല്ലേ? ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ പ്ലസ് വേർഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ കൂടെ ഈ മനോഹരമായ ജീവിതത്തെക്കുറിച്ചും ആ ജീവിത കഥകളെക്കുറിച്ചും സുന്ദരമായ ഈ ഒരു നിമിഷങ്ങളെക്കുറിച്ചൊക്കെ നമ്മളുടെ അടുത്ത് സംസാരിക്കാൻ നമ്മുടെ കൂടെയുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം മൈഥിലിയാണ്. ഹലോ മൈഥിലി. മൈഥിലി തുടങ്ങിയ സമയത്ത് ഏത് സിനിമയിലൂടെയാണോ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്, അതേ സിനിമ ഇപ്പോ ഇങ്ങനെ നല്ല രീതിയിൽ, അതെ, 15 വർഷങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മൈഥിലി നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ആ സിനിമ എങ്ങനെയാണ്, അതിന്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? 15 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും സിനിമ 4K വരുന്നത്. അതെ, അപ്പൊ അതിന്റെ ഒരു സൗണ്ടിന്റെ ഒരു ക്ലാരിറ്റിയും ഇതൊക്കെ ഒരു ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അപ്പൊ അത് ഇന്നലെ പോയി കണ്ടു. ഭയങ്കര ആ സിനിമ അന്ന് 15 വർഷം മുമ്പേ തിയേറ്ററിൽ പോയിട്ട് തന്റെ ആദ്യത്തെ സിനിമ അല്ലെ, അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റി എന്നൊക്കെ പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഫസ്റ്റ് മൂവി. അപ്പൊ അന്ന് കണ്ട അതേ ഒരു ത്രില്ലിലാണോ ഇന്നലെ ഈ മൂവി കണ്ടപ്പോഴും? എങ്ങനെയായിരുന്നു ആ ഒരു ഡിഫറൻസ്? ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും. അതിനകത്ത് അന്ന് കാണുമ്പോ എന്താ ഇപ്പൊ എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റൂല, പക്ഷെ ആ ഒരു വ്യത്യാസങ്ങള് ഉണ്ട്. ആ ഒരു കൊറേ ആ വർഷങ്ങളുടെ ആ ഒരു വ്യത്യാസം തന്നെ ഒരു വ്യത്യാസം തന്നെയാണ്. അതെ. അപ്പം അതിലെന്താ ഇതിപ്പോ ഇങ്ങനെ 4K വന്നു കഴിഞ്ഞപ്പോ തന്നെ അതിന്റെ സൗണ്ടും അതിന്റെ ക്ലാരിറ്റിയും അതിന്റെ വിഷ്വലും ഇതിലെല്ലാം കുറെ മാറ്റങ്ങൾ അല്ലേ? പിന്നെ ഇതൊരു ക്രൈം ത്രില്ലർ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവണം ഒരു പക്ഷേ, അല്ലേ? ഒരു ഇത് ഇപ്പൊ എന്തായാലും ഇത് ഇപ്പോ നമ്മുടെ ഈടെ നമ്മളിവിടെ ബാക്ക് ടു ബാക്ക് നമ്മുടെ പല മൂവീസും ഇങ്ങനെ ഈ 4K വരുന്നു. അപ്പോഴൊക്കെ അങ്ങനത്തെ ഒരു ന്യൂസ് ഇങ്ങനെ വരുന്നു എന്ന് അറിഞ്ഞപ്പോ എന്തെങ്കിലും പ്രതീക്ഷിച്ചോ മൈഥിലി? എന്റെ ഒരു മൂവിയും ഇങ്ങനെ അത് വന്നാൽ കൊള്ളാം? പ്രതീക്ഷിച്ചില്ല, പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു. ഭയങ്കര സർപ്രൈസ്ഡ് ആയി, അല്ലേ, ഈ സംഭവം ഇങ്ങനെ വന്നു എന്ന് അറിഞ്ഞപ്പോ? ഓക്കേ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത് 15 വർഷങ്ങൾക്ക് ശേഷം I felt like she's still alive. അതാണ് അതിനകത്ത് ഏറ്റവും ഒരു സന്തോഷം. അതെ. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയാം. എങ്ങനെയാണ് മൈഥിലി ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താണ് മൈഥിലിയുടെ ഒരു ഒപ്പീനിയൻ? എന്റെ സന്തോഷം കണ്ടിട്ട് യെസ്, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ തൊട്ട് രമ്യന്റെ ആ ഒരു പോസിറ്റിവിറ്റിയും രമ്യന്റെ ആ ഒരു അല്ലേ അത് യു ആർ മെയിൻറ്റൈനിങ് ഇറ്റ് ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. അന്ന് കാണുമ്പോഴും ഇന്ന് കാണുമ്പോഴും അതേപോലെ തന്നെയാണ്. എന്നാലും പൊതുവെ ഈ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, നമുക്ക് ഹാർഡ് ടൈംസ് ഉണ്ടാവും. ഹൗ ഡു യു ഫേസ് ഇറ്റ്? ഇങ്ങനത്തെ ഓരോന്നും വരുമ്പോൾ എങ്ങനെയാണ് അതിനെയൊക്കെ ഫേസ് ചെയ്യണതും, അല്ലെങ്കിൽ ആ ബ്യൂട്ടിഫുൾ മൊമെന്റ് എങ്ങനെയാണ് ഈ ലൈഫ് ഇത്ര ബ്യൂട്ടിഫുൾ ആക്കുന്നത്? See, whatever comes in our way, whatever comes, we have to face it. Okay. So അത് നമുക്കേ പറ്റത്തുള്ളൂ. മറ്റൊരാൾക്ക് നമ്മുടെ കാര്യത്തില് ഒന്നും ചെയ്യാൻ പറ്റില്ല. We have to face whatever comes. So, see, if you are seeing everything in a beautiful way, it will be beautiful. So, നമുക്കും അങ്ങനെ തന്നെ ഇരിക്കാനല്ലേ ആഗ്രഹം. So, നമ്മുടെ ഇങ്ങനെ ഈ ഒരു പ്രോബ്ലംസോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ വിഷമങ്ങളോ എങ്ങനെയൊക്കെ വരുമ്പം മൈഥിലി എങ്ങനെയാ, സ്വയം താണോ അതോ ഒരു ഫ്രണ്ടിന്റെ ഒരു ഹെൽപ്പ് വേണോ? അങ്ങനെയാണോ ആദ്യം നിന്നും റിക്കവർ ചെയ്ത് വരണത്? അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാഡ് മൂഡിൽ നിന്നൊക്കെ എങ്ങനെയാ അതൊക്കെ നമ്മൾ തന്നെ വിചാരിച്ചിട്ട് തന്നെയാണോ? ശരിക്കും അതിൽ നിന്നൊക്കെ നമ്മൾ റിക്കവർ ആവുന്നത് നമ്മൾ തന്നെ വിചാരിച്ചിട്ടാണ്. നമ്മളിപ്പോ ആരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ വിചാരിച്ചില്ലെങ്കിൽ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റൂല. അപ്പം അറ്റ് ദ എൻഡ് നമ്മൾ തന്നെ അത് റിയലൈസ് ചെയ്യണമെന്നുള്ള ആ റിയലൈസേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എനിക്ക് നന്നായിട്ടറിയാം ഇപ്പം മൈത്രിയുടെ ലൈഫ് ഇത്രയും ബ്യൂട്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സമ്പത്തും നീലും തന്നെയാണ്, അല്ലേ? നീലിന്റെ പ്രസൻസ്. മോന്റെ വിശേഷങ്ങൾ പറയും. ഇപ്പൊ 1.5 വയസ്സായി. അദ്ദേഹം മോന്റെ കുറുമ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എങ്ങനെയാണ്? അമ്മക്കുട്ടിയാണോ അച്ഛൻകുട്ടിയാണോ? ഡാഡക്കുട്ടിയാണ്. ഡാഡക്കുട്ടിയാണ്, പക്ഷെ അമ്മ വേണം. ആണോ? അമ്മ ഫുൾ ടൈം വേണം അവന്. പക്ഷെ
ടാറ്റയുടെ അടുത്താണ് പരാതി പരിഭവങ്ങള് എല്ലാം എത്തിക്കുന്നത്. പിന്നെ എന്തെങ്കിലും അമ്മ പറഞ്ഞു കഴിഞ്ഞാലും ഡാ ഡാ ആണോ? അതെ എങ്ങനെയുണ്ട് ഈ ഒരു റോളും കാര്യങ്ങളും ഇപ്പൊ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എനിക്ക്. അതെ കംപ്ലീറ്റ്ലി ഒരു ഹോം മേക്കർ ആ അതെ, അതെ. ഒരു ഇതിലല്ലേ? ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ആ, ഇതിപ്പോ എല്ലാവർക്കും അതെ ഇറ്റ്സ് കാണുന്ന പോലെ നമുക്ക് എത്ര ഈസി അല്ല അല്ല. ഒന്നും. പക്ഷെ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ബട്ട് I'm loving it. Yes. Yes. ഡീലിന്റെ കൂടെ അവന്റെ ബാക്കിൽ ഓടി ഓടി അതെ. ഓടി ഇപ്പൊ അവനില്ലാതെ എനിക്കൊരു ലൈഫ് ഇല്ല. തീർച്ചയായിട്ടും നമ്മൾ ശരിക്കും ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ് അതെ. ഈ കിട്ടുന്ന ഓരോ നിമിഷം. ഇപ്പൊ അവൻ ഇങ്ങനെ നിറയെ സംസാരിക്കുന്ന കുട്ടിയാണോ? അവൻ ഇവന് ഒരു 1 ഇയർ തൊട്ടേ അവൻ നല്ലപോലെ സംസാരിക്കുന്നുണ്ട്. ആ, ശരിക്കും നല്ലപോലെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ 1 to 10 ഒക്കെ വരെയും ABCD ഫുൾ ഒക്കെ ഇങ്ങനെ ഇരുന്ന് പഠിപ്പിക്കും. അവൻ അതൊക്കെ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഫുള്ള്. ആഹാ, ഓക്കേ. അപ്പൊ അവന് പറ്റാവുന്നതൊക്കെ അവൻ കണ്ടാലൊക്കെ എല്ലാം മനസ്സിലാക്കും, എല്ലാം ഇങ്ങനെ പറയും എൻ്റെ അടുത്ത്. പിന്നെ അവൻ എൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ബൈക്ക് റേസ് ഉണ്ട്. അപ്പം ബൈക്കറാ. അപ്പം അവൻ ഈ എനിക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് ഗൂഗിൾസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താണ് ഈ ഗോഗിൾസ്? പറഞ്ഞേ അതിനാ പറയുന്നത്. അപ്പൊ അവൻ എന്നെക്കാൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് അറിയാം. അതെ, ഇപ്പത്തെ പിള്ളേരൊക്കെ അങ്ങനെയാ. എല്ലാരും നമ്മളെക്കാട്ടിലും സൂപ്പർ സ്മാർട്ട് ആണ്. അവരിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. ഓക്കെ. പിന്നെ സമ്പത്തിന്റെ വിശേഷങ്ങൾ. സമ്പത്ത് ആർക്കിടെക്ട് ആണ്. നിങ്ങൾ ഇപ്പൊ കൊടൈക്കനാലിൽ താമസിക്കുന്നു അല്ലേ? അദ്ദേഹം സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ എറണാകുളത്തേക്കുള്ള വരവും ഈ കേരളവും ഒക്കെ വിട്ട് അങ്ങ് കൊടൈക്കനാലിലേക്കാണോ? ഈ ചൂടത്തൂന്ന് കുറച്ച് തണുപ്പ് കൊള്ളാൻ വേണ്ടിട്ട് കൊടൈക്കനാലിൽ പോയി സെറ്റിൽ ആയിട്ട് നിൽക്കുക. ഓക്കെ. അപ്പൊ എറണാകുളം വരവും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എറണാകുളത്ത് നമ്മള് ഉണ്ടാവും. പിന്നെ കൊടൈക്കനാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട് ഇപ്പൊ നവഡേയ്സ്. പനിയാണെന്നുണ്ടെങ്കിലും കുഞ്ഞിനാണെന്നുണ്ടെങ്കിലും ഒക്കെ. പക്ഷെ കൊടയിൽ അങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് അസുഖങ്ങൾ കുറവാണ്. അതുപോലെ പൊല്യൂഷൻ കുറവാണല്ലോ അവിടെ. പിന്നെ കുറച്ചും കൂടെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികൾക്ക് ഓടി നടക്കാനും കുറച്ചും കൂടെ മണ്ണിലേക്ക് ഇറങ്ങി ചെല്ലാം കുട്ടികൾക്ക്. അപ്പൊ അത് ഒരു പ്ലസ് ആയിട്ട് തന്നെയാ കാണുന്നത്. അതെ, ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇനി കൊടൈക്കനാലാണ് എറണാകുളത്തെക്കാട്ടിലും കൂടുതൽ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. സോറി ടു സേ ദിസ്, പക്ഷെ അതാണല്ലോ ഫാക്ട് ആണല്ലോ, നമുക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ശരി, ഇനി നമുക്ക് നമ്മുടെ പാലേരി മാണിക്യം അതിന്റെ ആ ഒരു മൂവിയും ഇത് ഇപ്പോ അതിന്റെ 2ാമത്തെ റിലീസ് വന്നു കഴിഞ്ഞപ്പോ നേരത്തെ കൂടെ അഭിനയിച്ച ആരെങ്കിലും ഒക്കെ കൂടെ നിങ്ങൾ കണ്ടോ, മീറ്റ് ചെയ്യോ? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇവന്റ് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ മുസ്തുവിനെ വിളിക്കാറുണ്ട്, മുസ്തുവിനോട് സംസാരിക്കാറുണ്ട്. അപ്പം മുസ്തുവിനോട് ഞാൻ പറഞ്ഞു ഇന്നലെ പടമൊക്കെ കണ്ടു, മുസ്തുവായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ഓക്കെ, ശരി. നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ പ്രോഗ്രാമിനകത്ത് കുറേ സെഗ്മെന്റ്സ് കോർത്തിണക്കിക്കൊണ്ടുള്ളതാണ്. കുറച്ച് സീരിയസ് ചോദ്യങ്ങൾ ഉണ്ടാവും, കുറച്ച് ഫുൾ ഫണ്ണായിരിക്കും, നമ്മൾ കുറേ കളിക്കും, അങ്ങനത്തെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് മനസ്സ് പറയുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് നമ്മുടെ, അതായത് മൈഥിലിയുടെ മനസ്സിൽ നിന്ന് തന്നെയാണ് കാര്യങ്ങളെല്ലാം പറയേണ്ടത്. ഓക്കെ, ശരി. ആദ്യത്തെ ചോദ്യം, സമൂഹ മാധ്യമങ്ങളിൽ അത്രയധികം സജീവമല്ലാത്ത മൈഥിലിയെ അതേ സമൂഹ മാധ്യമങ്ങൾ ഇത്രയധികം ആക്രമിച്ചിട്ടുള്ളത്? ഒന്നുകൂടെ പറയോ? അതായത് സോഷ്യൽ മീഡിയയിലൊന്നും മൈഥിലി അധികം ആക്റ്റീവ് അല്ല, ഈവൻ ദോ എന്നാലും ഈ സോഷ്യൽ മീഡിയ ഓരോ ബുള്ളിങ് ഉണ്ടല്ലോ, അങ്ങനെ അതിന്റെ ഒരു വിക്ടിം ആയിട്ടുണ്ട് അല്ലേ? അതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. എന്താ ഞാൻ പറയണോ അതിനെ? എന്താണെന്ന് എനിക്ക് പിടികിട്ടിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ അങ്ങനെ ബുള്ളി ചെയ്യുന്നതിന്റെ ഒരു കാരണം? അതായത് നമ്മൾ ഓരോ പൊസിഷനിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന ടൈമിലാണ് ശരിക്കും എനിക്കിത് ഓരോ ന്യൂസസ് ഇങ്ങനെ വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ കാരണം ഞാൻ CCL അംബാസിഡർ ആയിരിക്കുന്ന സമയത്ത് ഒരു ന്യൂസ് വന്ന്, അത് ഇതുപോലെ ഇങ്ങനെ അങ്ങനത്തെ ഓരോ ഫേക്ക് ന്യൂസസ് വന്ന് ഞാൻ ഇതിന്റെ പേരിലെല്ലാം കേസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് റീസെന്റ് ഒരു കേസ് ഫയൽ ചെയ്തിട്ട് അതിന്റെ വക്കീൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10-20ഓളം കേസുകൾ കൊടുത്തിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയക്കെതിരെ മാത്രമായിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഏത് കേസാണ് ഇതെന്ന് കൃത്യമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അവര് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കേസിൽ നിന്ന് പിന്മാറണം, മറ്റേ ഇത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, കട്ട് ആൻഡ് കോപ്പി പേസ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന്. അതായത് ആരോ പോസ്റ്റ് ചെയ്ത എന്തോ അവരെടുത്ത് കട്ട് ആൻഡ് കോപ്പി പേസ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ മനസ്സിലാവുമല്ലോ എന്താണ്
ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. ആരെങ്കിലും എന്തെങ്കിലും എഴുതും, അപ്പുറത്തുനിന്ന് വാല് ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ സ്പ്രെഡ് ആക്കുക. ഇത് എന്താണിത്, ഏതാണിത് ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. വെറുതെ അവിടുന്ന് ഇവിടുന്നും എന്തൊക്കെയോ എടുത്തിട്ട് അവര് വെറുതെ ഇങ്ങനെ ഇട്ട് ട്രോള് വരുന്ന പോലെ അല്ലേ? ട്രോളിനേക്കാൾ കൂടുതൽ ട്രോളൊക്കെ പിന്നെ സഹിക്കാം. ട്രോളൊക്കെ ഇറ്റ്സ് ഫണ്ണി, ഇറ്റ്സ് ലൈക്ക് യുനോ അത് അടിപൊളിയാണ്, ട്രോളൊക്കെ അടിപൊളിയാണ്. പക്ഷെ അതല്ല, മോർ ദാൻ ട്രോൾ ഇറ്റ് ഈസ് യുനോ അഫക്റ്റിംഗ് യുനോ ഒരു ഇപ്പൊ എല്ലാവരും സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുന്നു, എല്ലാവരും സ്ത്രീകളുടെ മറ്റേ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ഈ സോഷ്യൽ മീഡിയ എന്താണ് കാണിക്കുന്നത്? ഞാൻ പറയുന്നത് എല്ലാ മാധ്യമങ്ങളും അല്ല, ഇങ്ങനത്തെ ഒരു 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 ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരു പർട്ടിക്കുലർ കുറെ ഇങ്ങനത്തെ ഇതുകൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഒരാളെ മാത്രമല്ലല്ലോ ചെയ്യുന്നത്, എല്ലാവരെയും. അതായത് ഒരു എനിക്ക് തോന്നുന്നു എത്ര ആത്മഹത്യകള് നടന്നിട്ടുണ്ട് ഈ ഇതിന്റെ പേരില്, സോഷ്യൽ മീഡിയ ബുള്ളിങ് വെച്ചിട്ട് എത്ര കുട്ടികളെ ഇത് ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ ഒരു എത്ര സ്ത്രീകൾ ഇറങ്ങും ഇതിനെതിരെ ക്യാമ്പയിന്? എത്ര സ്ത്രീകൾ ഇറങ്ങും? കുറച്ചു പേര് ഇറങ്ങി അതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണോ മൈഥിലി കുറച്ചു നാള് പ്രിന്റ് മീഡിയക്കും സോഷ്യൽ മീഡിയക്കും ഞാൻ ഇന്റർവ്യൂ കൊടുക്കില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്? ഞാൻ വിചാരിച്ചു, കാരണം എനിക്ക് ഇങ്ങനത്തെ കുറച്ചൊരു സൈബർ മൊത്തത്തില് ഇങ്ങനെ എല്ലാരും നമ്മളെ ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്, അതായത് ഒരു രീതിയിലും നമുക്ക് ഇപ്പം നമ്മൾ ഒരു കേസ് ഫയൽ ചെയ്യുന്നു, നമ്മൾ അതിനെതിരെ പോകുമ്പോ ഇപ്പുറത്തുനിന്ന് സോഷ്യൽ മീഡിയ ഇതേ കേസ് ആരെയാണ് നമ്മൾ പ്രതിക്കൂട്ടി നിർത്തേണ്ടത്? സോഷ്യൽ മീഡിയയും വൺ ഓഫ് ദ പ്രതിയാണ് അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ. അതായത് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ, അതായത് എല്ലാ മാധ്യമങ്ങളും അല്ല, മനസ്സിലായി. അതായത് ഇങ്ങനെയുള്ള അവരും പ്രതിക്കൂട്ടി തന്നെ നിൽക്കേണ്ട വ്യക്തികളാണ്. കാരണം ഇവരും പ്രതികളും തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളും കാണുന്നില്ല ഞാൻ. രണ്ടും ഒരേ ഫോർമാറ്റിലാണ് പോകുന്നത്. അതാണ് നിങ്ങളെ ഇങ്ങനെ സെലിബ്രിറ്റീന്ന് കാണുമ്പോ അവരെ ഇതാക്കി മോശപ്പെടുത്തി. സെലിബ്രിറ്റീസിനെ മാത്രമല്ല, എല്ലാ മേഖലകളിലും ഒരു ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ഹൈപ്പ് വരും എന്നുള്ളത് കൊണ്ടാണ് ഇവര് സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഈ വിൽക്കുന്നത്, അരി വാങ്ങിക്കുന്നത്. അതെ അതെ, മറ്റുള്ളവരെ വിറ്റ് കാശാക്കാന്നുള്ളതാണ് ഇവരുടെ ഒരു ഇത്. അതെ, അതുകൊണ്ട് നമുക്ക് ചുറ്റിയുള്ള എത്രയോ പേർക്ക് പെയിൻഫുൾ ആവുന്നത്. കൊച്ചുകുട്ടിയാണ്, അവർക്ക് ഇത് വീട്ടില് ഫാമിലി ഉണ്ട്, ഇതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. ഒരു കുടുംബം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവർക്ക് അവരുടെ ഇത് മാത്രം. അത് ഇങ്ങനെ ചുമ്മാ സത്യമാണോ, അതിനകത്ത് എത്ര സത്യാവസ്ഥയുണ്ട്, ഇതൊന്നും ആർക്ക് അറിയേണ്ട കാര്യമില്ല. വെറുതെ അങ്ങ് കുറച്ച് ചെളിവാരി എറിയ അല്ലേ? ഓക്കെ, ശരി. അടുത്തത്, നായകന്റെ പിന്നിൽ പതുങ്ങി നിൽക്കുന്ന നായകന്മാരുടെ വഴികളിലേക്ക് വഴുതി വീഴാതിരുന്നത് മനഃപൂർവമായ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണോ? അതായത് നമ്മൾ കുറേ സിനിമകളിൽ കാണും, അതിനകത്ത് ശരിക്കും ഒരു ക്യാരക്ടറിന്, ഈ ഫീമെയിൽ ക്യാരക്ടറിന് അധികം റോളൊന്നും ഉണ്ടാവില്ല. ഹീറോയുടെ കൂടെ ഒരു സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന പോലെയോ, അല്ലെങ്കിൽ വെറുതെ നെയിംസേക്കിന് ഒരു ഹീറോയിന് അധികം ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കുറെ റോളുകളുണ്ട്. പക്ഷെ മൈഥിലി ചെയ്തിരിക്കുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള റോളുകളല്ല, വളരെ ക്ലാരിറ്റി ഉള്ള, സ്പേസ് ഉള്ള, അഭിനയിക്കാൻ അവിടെ ഇതുള്ള റോളുകൾ തന്നെയാണ് മൈഥിലി ചെയ്തിരിക്കുന്നത്. അത് വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് എന്നിട്ട് ഞാൻ ആക്ച്വലി കഥാപാത്രങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്ന് പറയാം. കാരണം ശരിക്കും പറഞ്ഞാല് എന്റെ സുഹൃത്തുക്കൾ പറയും, ശരിക്കും പറഞ്ഞാൽ നിന്റെ കാലിബറിലുള്ള പടങ്ങൾ ഇതുവരെ നീ ചെയ്തിട്ടില്ല എന്നിപ്പോഴും പറയും. പിന്നെ എനിക്ക് ഹ്യൂമർ ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും എന്റെ ഹ്യൂമർ സൈഡ് കണ്ടിട്ട് ആണോ? എനിക്ക് വേറൊരു സൈഡ് കൂടെ ഉണ്ട്. എന്നൊരു കോമഡി പറഞ്ഞ ഞങ്ങൾ എല്ലാരും ചിരിക്കട്ടെ. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ട്യൂമർ ഏറ്റവും ടഫ് ആയിട്ടുള്ള, ഇപ്പൊ കൽപ്പന ചേച്ചിയൊക്കെ ചെയ്യുന്നത്, ഇപ്പൊ എനിക്കൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു സൈഡാണ്. ട്യൂമർ എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തൊരു സൈഡാണ്. എനിക്കെല്ലാം വന്നിട്ടുള്ളത് ക്യാരക്ടേഴ്സ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മൈൽഡ് ആയിട്ടുള്ള, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ഭയങ്കര. പക്ഷെ എനിക്ക് വരുന്നതെല്ലാം ഭയങ്കര ടഫും ഭയങ്കര ഇതായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കിത് ഇനിയാണെന്നുണ്ടെങ്കിലും എനിക്ക് പക്ഷെ നമുക്ക് കൊമേഴ്ഷ്യൽ മൂവീസും വേണം, നമുക്ക് ആർട്ട് അല്ലാതെ മൂവീസും വേണം, നമുക്ക് ഗുഡ് മൂവീസും വേണം. എന്നല്ല ഇപ്പൊ എല്ലാവരും ഇപ്പൊ മാർക്കറ്റ്, വൺ ഓഫ് ദ മെയിൻ മാർക്കറ്റ് നമുക്കുണ്ടെങ്കിൽ ഇപ്പൊ അവസരങ്ങളില്ല എന്ന് പറയുന്നു. അവസരങ്ങളുടെ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്.
ഉള്ളവരുടെ ഇൻഫ്ലുവൻസ് സെക്കൻഡറി. നമുക്കൊരു സ്ക്രിപ്റ്റ് നമുക്കൊരു സ്ക്രിപ്റ്റ് വന്നിട്ട് അതിനകത്ത് ചിലപ്പം അവർക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അവസരങ്ങള് എനിക്ക് തോന്നുന്നു ഇല്ലാണ്ടാവുന്നത് പലർക്കും. പക്ഷെ നമ്മൾ ഇതിപ്പോ മൈഥിലിക്ക് അപ്പൊ കൂടുതലും താല്പര്യം ഇപ്പൊ പറഞ്ഞു വളരെ കോമഡി ആയിട്ടുള്ള ഹ്യൂമർ, നല്ല പറഞ്ഞു ആ ഫ്ലോ അങ്ങ് പോയി. അതാ അതിന്റെ ഇടയിൽ വേറെ എവിടെയൊക്കെയോ. പൊതുവെ നിങ്ങളുടെ ഫ്രണ്ട്സും ഗാങ്ങിലും നിങ്ങളിപ്പോ കസിൻസ് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴും കൗണ്ടർ ഒക്കെ പറയുന്ന ഒരാളാണോ അപ്പൊ മൈഥിലി? നല്ല ഹ്യൂമർ സെൻസും അങ്ങനെയുള്ള ഒരാളാണോ? എനിക്ക് തോന്നുന്നു ക്ലോസ് സർക്കിളിലൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാരും ഇങ്ങനെ പറയും നിനക്ക് കുറച്ചും കൂടെ ഹ്യൂമർ ആയിരിക്കും നല്ലതല്ലേ എന്തൊക്കെ പറയാറുണ്ട്. പക്ഷെ ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ഒരു ട്രയൽ ആൻഡ് എറർ നടത്താനായിട്ട് ഒരു ക്യാരക്ടർ ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, ശരി. അപ്പൊ അങ്ങനത്തെ ഒരു ഒരെണ്ണം തന്നെ ഇനി വരുന്ന ഇതില് ഈ ഒരു ബ്രേക്കിന് ശേഷം വരുമ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടട്ടെ, ക്യാരക്ടർ കിട്ടട്ടെ, എല്ലാവർക്കും ചിരിക്കാൻ പറ്റട്ടെ. മതി സീരിയസ്, അതെ, സീരിയസ് ആയിട്ട് കണ്ടു മടുത്തെനിക്ക്. ഇനി കുറച്ച് സന്തോഷമായിട്ടൊക്കെ കാണാം, ഫൺ മൊമെന്റ്സ് ആയിട്ട് കാണാം. അതെ, ഓക്കെ. ശരിക്കും ഇപ്പൊ മൈഥിലിക്ക് ഇപ്പൊ പറഞ്ഞ ഇഷ്യൂ ആയിട്ട് ഞാൻ റിലേറ്റഡ് ആയിട്ട് ചോദിക്കട്ടെ, തോന്നുന്നുണ്ട് നമ്മുടെ ഇപ്പൊ ഇൻഡസ്ട്രിയിൽ മൈഥിലി ഇപ്പൊ 15 ഇയേഴ്സിന് മുമ്പേ വന്നതിനെക്കാട്ടിലും ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് നമ്മുടെ ഈ ഒരു മലയാളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാല്, മെയിൽസിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അല്ലേ? അപ്പൊ ഇനിയിപ്പൊ മൈഥിലിയും ഇപ്പം വിഷ് ചെയ്യാണ് വീണ്ടും ബാക്ക് ടു മൂവീസിലേക്ക് ഒന്ന് ആക്റ്റീവ് ആവണം എന്നൊക്കെ. അപ്പം ഡു യു തിങ്ക് ഇപ്പോഴത്തെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കോമ്പറ്റീഷൻസ് ആയി, ഭയങ്കര നിറയെ ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ, സോ എനിക്കിനി എന്റേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവുമോ, അങ്ങനത്തെ ഒരു തോട്ടൊക്കെ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? നമ്മൾ ചെയ്യേണ്ട ക്യാരക്ടർ എന്തായാലും പുതിയ തലമുറ വരണം. നല്ല അതായത് നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റില്ല, അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമുക്ക് ചെയ്യേണ്ട ക്യാരക്ടേഴ്സ് നമ്മൾ തന്നെ ചെയ്യും. പിന്നെ എന്താ പറയുന്ന നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ എന്നുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് വരും, അത് നമ്മൾക്ക് തന്നെ വരും, അത് മറ്റൊരാൾക്ക് ഇതിനേക്കാൾ കൂടുതൽ. പിന്നെ എല്ലാത്തരം ക്യാരക്ടേഴ്സും ഉണ്ട് നമുക്ക് ചുറ്റും. അപ്പൊ അവരെല്ലാം വരട്ടെ, ന്യൂ ജനറേഷൻ, എല്ലാരും വരട്ടെ, എല്ലാരും വരട്ടെ. സ്വന്തം സിനിമാ മോഹം ഒരു മാർക്കറ്റിൽ വിൽക്കപ്പെടാതിരിക്കണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. സ്വന്തം സിനിമാ മോഹം ഒരു മാർക്കറ്റിൽ വിൽക്കപ്പെടാതിരിക്കണം എന്ന് തീരുമാനം, അതായത് ഒരേ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു ഇതില് ഒരേപോലെ തന്നെ ആവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോന്ന്? അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യരുതെന്ന് അതെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ ഡിഫറെന്റ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് സോൾട്ട് പേപ്പറും പാൽറ്റുമാണിക്കും എല്ലാം ഡിഫറെന്റ് ആയിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. അതെ, കുറെ ക്യാരക്ടേഴ്സ് ചെയ്ത് എല്ലാം ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു കോൺഷ്യസ് ഇത് അങ്ങനത്തെ അങ്ങനെ തന്നെയാണ് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ അപ്പൊ ചൂസ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? അതെ അതെ അല്ലേ, കോൺഷ്യസ് ആയിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു. അതെ. ചെയ്യേണ്ടിയിരിക്കുന്ന കഥാപാത്രങ്ങളുടെ മാനറിസം ജീവിച്ചു തീർക്കുന്ന റിയൽ ലൈഫ് മനുഷ്യനെ നേരിട്ട് കണ്ടിട്ടുള്ള നടിയാണ് മൈഥിലി. അതായത് മൈഥിലി നിങ്ങൾക്ക് ഓരോ ക്യാരക്ടർ കിട്ടുമല്ലോ, ഈ ഓരോ ക്യാരക്ടറും ഒരു പക്ഷേ മൈഥിലി എന്ന് പറയുന്ന ആളുടെ പേഴ്സണൽ ക്യാരക്ടർ പോലെ ആയിരിക്കില്ല നമ്മളൊരു സിനിമയിൽ ചെയ്യുന്ന ക്യാരക്ടർ. പക്ഷെ അവരുടെ ബോഡി മാനറിസംസ് എങ്ങനെയായിരിക്കും, ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കും, അവർ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ വരുവാണെങ്കിൽ അവരെ പോയി നേരിട്ട് കണ്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് മുന്നേ ഉള്ള കഥാപാത്രങ്ങളിലൊക്കെ എല്ലാ കഥാപാത്രവും അല്ല, എന്നാലും നമ്മൾ റെഫറൻസസ് എടുക്കാറുണ്ട്, നോക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ആലോചിക്കും, ഇവരിങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ റിയാക്ട് ചെയ്യുന്നത് ഇങ്ങനെ. കാരണം ഇത് അത്ര അതെ അതെ. അങ്ങനെ ഒരുപാട് റെഫറൻസ് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രം ഏതായിരിക്കും? ഈ അടുത്ത കാലത്തൊക്കെ അങ്ങനെ ചെയ്തതാണ്. ഓക്കെ, അടുത്ത കാലത്ത് അതെ അല്ലേ? ഓക്കെ. എപ്പോഴും അവരുടെ ആ ഒരു ശരിക്കും അവരെങ്ങനെയായിരിക്കും അവരുടെ റിയൽ ലൈഫിൽ അവർ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക, അതൊക്കെ അറിഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടർ ആവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അവിടെ അല്ലേ നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും ആ കഥാപാത്രത്തിന്. ഓക്കെ. തെറ്റുകൾക്കെതിരെ പ്രതിഷേധ സ്വരം ഉയർത്തുന്ന മൈഥിലി സിനിമയിൽ പലപ്പോഴും തന്റെ നാവിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നു. ആണോ? എപ്പോഴും എല്ലാത്തിനും എഗെയിൻസ്റ്റ്, തനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എപ്പോഴും പറയാൻ അവിടെ സ്മാർട്ടായിട്ട്
ആരെ ഞാൻ 2011-12 കാലഘട്ടങ്ങളിലൊക്കെ പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഒന്നും ആരും മൈൻഡ് ചെയ്തിട്ടില്ല. ആ. ഇപ്പൊ എല്ലാരും അങ്ങ് ഭയങ്കര മറ്റേ ഇതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്താന്ന് പോലെ ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ഐ ഗോട്ട് യു. ഓക്കെ. അപ്പൊ അന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പക്ഷെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലതൊക്കെ പറയാൻ എവിടെയെങ്കിലും മടിച്ചിരുന്നോ? ഇല്ല. സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് അങ്ങനെ പറയാനൊന്നും മടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നാരും അത് വില കൊടുക്കുക അതിന് ഇത് ആരും ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും മൈഥിലി ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. ആണോ? ഒരിക്കൽ പോലും. കാരണം മൈഥിലി ഇതുപോലെ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് ഞാൻ അങ്ങനെ ആയിരുന്നു. അതാ പക്ഷെ പറഞ്ഞെ. എന്റെ ശബ്ദം അടച്ചില്ലേ, അതെ, അടപ്പിച്ചില്ലേ? അടപ്പിച്ചു. അതും അടപ്പിച്ചത് ഈ മാധ്യമങ്ങളാണ്. അതെ അല്ലേ? അതെ. അതായത് ഒരാളെ, ഒരു പെൺകുട്ടി, എത്ര വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്രയും സഫർ ചെയ്യുന്നത്? ഒരു ഫേക്ക് ന്യൂസ് അല്ലെ, ഇത്രയും ഒരാളെ കുറിച്ച് ഇങ്ങനെ വേണ്ടാതിനം പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നമ്മള് തളർന്നു പോവും. മനസ്സിലായോ? അപ്പൊ ആ തളർച്ചയെന്ന് നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. മരിക്കില്ല. സ്ട്രോങ് ആയിട്ട് നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവുകയുള്ളൂ. അപ്പൊ ഇതേപോലെ ഫേക്ക് ന്യൂസ് ആയിട്ടോ ഇങ്ങനെയൊക്കെ മൈഥിലിനെ തളർത്താൻ നോക്കിയ ആൾക്കാരെ ഇന്നിപ്പോ അവർക്കൊരു ആൻസർ എന്നുള്ള രീതിയിൽ വളരെ ബോൾഡ് ആയിട്ട് കംപ്ലീറ്റ്ലി റിഫ്രഷ് ആയിട്ടാണ്. എനിക്ക് ഇപ്പൊ മൈഥിലിക്ക് എന്ന് പറയുന്ന മൈഥിലിക്ക് മാത്രമല്ല പറയുന്നത്, ഞാൻ പൊതുവെയുള്ള എല്ലാ പെൺകുട്ടികളോടുമാണ് പറയുന്നത്. എന്തൊരു ഇതിനെയും ഫേസ് ചെയ്ത് നിങ്ങള് അത്രയും, നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ സ്ട്രോങ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് കാര്യത്തിലും കാരണം കുറേ സ്ട്രഗിൾ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്. ഇത് പുറത്ത് പറയാത്തതും പുറത്ത് ഇതാത്ത കുറേ കുട്ടികളുണ്ട്. ഇതൊക്കെ പുറത്ത് പറയണം. പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാനും ഇത് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. ഇപ്പൊ എന്തൊക്കെ ന്യൂസസും ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ എത്രയോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. എന്തൊക്കെയാ ഈ മീഡിയാസ് തന്നെയല്ലേ ഇതെല്ലാം ചെയ്യുന്നത്? ഈ സോഷ്യൽ മീഡിയ അല്ലേ എല്ലാവരുടെയും. ഇപ്പൊ നമ്മൾ പറയുന്നത് സിനിമ മേഖല മാത്രമാണ് ഇങ്ങനെ. എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളല്ലേ? ആരെങ്കിലും തുറന്നു പറയുന്നുണ്ടോ? എല്ലാരും പുറത്തോട്ട് വരട്ടെ. അതെ, എല്ലാ മേഖലകളിലും ഉള്ളവര് പറയണം. അതായത് സിനിമ മേഖല എന്ന് പറയുമ്പോ ഓക്കെ, സിനിമ കുറച്ചും കൂടെ ഒരു കളർഫുൾ ഒരു സാധനമാണ്, ഗ്ലാമർ ലോകമാണ്. അപ്പൊ അങ്ങനെ സിനിമയിൽ മാത്രമാണോ? നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക്, സിനിമയിൽ മാത്രമാണോ? സിനിമ അത് കുറച്ചും കൂടെ ഒരു എല്ലാവർക്കും ഇത് വേണ്ടിയിട്ട് കിട്ടുമ്പോ അതുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇനി പക്ഷെ ഇതുപോലെ മൈഥിലിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ മുന്നിൽ വന്നാൽ ഇനിയും ഇതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കും അല്ലേ? വെരി ഗുഡ്. ജീവിതത്തിന്റെ പലയിടങ്ങളിലും ഭാഗ്യം തള്ളിക്കളഞ്ഞിട്ടുള്ള കുറെ അധികം സംഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഉണ്ടോ? ഭാഗ്യം തള്ളിക്കളഞ്ഞ സംഭവങ്ങളിലൂടെ ഞാന് ഭാഗ്യം കുറെ നല്ല ചിത്രങ്ങളൊക്കെ മാറി പോയിട്ടുണ്ട് ആക്ച്വലി. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോ നമ്മള് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേന്ന് മാറിപ്പോയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഞാന് ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ലൊരു പടമാണ്. ഇത് പടമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം പക്ഷെ ഞാനിവിടെ എല്ലാം സെലക്ട് ആയി. ഇപ്പൊ ഞാന് എന്റെ ബ്രദറിന്റെ അടുത്തായിരുന്നു. എന്നിട്ടപ്പൊ ഞാൻ തിരിച്ചിവിടെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ വേറെ കാസ്റ്റ് ചെയ്ത് ആളെ. അപ്പൊ ഓക്കെ, ഞാൻ ഇതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് തന്നെ ആക്ച്വലി. അപ്പോഴത്തേക്ക് അപ്പൊ അങ്ങനെയുള്ള ഇതും വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ നമ്മള് അറിയാത്ത കുറെ ഫേക്ക് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ ഫേക്ക് സാധനം കൊണ്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇവര് എത്രത്തോളം ഇതിനെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു മൂവി വന്നു, ഇന്ന ആളുടെ പടമാണെന്ന് പറയുന്നു. ഇന്ന ആളുടെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് പോസ്റ്റർ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് മറ്റേ സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വായിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ പടമൊന്നും ചെയ്യുന്നില്ല. ആദ്യം ഞാൻ വിചാരിച്ചത് ഓക്കെയാ, ഞാൻ പടം ചെയ്യുന്നില്ല. പക്ഷെ ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോ ഞാൻ ഇതിന്റെ ശരിക്കുള്ള ആളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇതുപോലെ ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്, ഇങ്ങനെ ഇത് അവിടുന്ന് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം അവര് പറഞ്ഞു ഇങ്ങനൊരു പടമൊന്നുമില്ല, ആരോ ഇത് ചെയ്യുവാണ് എന്ന് പറഞ്ഞു.
അപ്പൊ നമ്മളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെ, സാധാരണപ്പെട്ട പെൺകുട്ടികളോട് എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് ചെയ്യുന്നുണ്ടാവുക. അത് മനസ്സിലാക്കണം. അതൊക്കെയാണ് പുറത്തോട്ട് വരേണ്ടത്. സത്യം. അതെ, നമ്മളിപ്പോ പറയുമ്പോഴല്ലേ ഇതൊക്കെ അറിയുന്നത്. ശരിക്കും ഇത്രയും നിങ്ങൾക്ക് ഇൻഡസ്ട്രി ആയിട്ട് കണക്റ്റഡ് ആണ്, എല്ലാരെയും അറിയാം നം- എന്ന് പറയുന്ന എന്നിട്ടും നമ്മുടെ ആൾക്കാര് അടുത്ത് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ, അതെ. ഇതൊന്നും അറിയാത്ത ഒരു പുതിയതായിട്ട് വരുന്ന ആൾക്കാർ എനിക്ക് എന്തൊക്കെ തോന്നുന്നത് ഈ പറഞ്ഞായിരിക്കും. പൈസ ഒക്കെ തട്ടുന്ന ആൾക്കാരായിരിക്കും. കാരണം ഇത്രയും ഒരു സ്ക്രിപ്റ്റും മറ്റേ ഇതും ഒക്കെ കാണിച്ച് ഓക്കെ ഇനി ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് അങ്ങനെ എന്തൊക്കെയായിരിക്കും. കള്ളത്തരം അല്ലേ? അതെ, ഇതൊക്കെ നമുക്ക് അറിയുന്നതുകൊണ്ട് ഓക്കെ ഇത്രയും പറഞ്ഞു, ഇനി എന്തൊക്കെയായിരിക്കും. പല രീതിയിലും കള്ളത്തരങ്ങളും. അതെ, അതുകൊണ്ട് ഇതും ഒക്കെ ഞാൻ നിറയെ പറയാണ് പുതിയവര് വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു അതെ ആ സേഫ് സോൺ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ സേഫ് ആണോ എന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക. ഓക്കെ. ഗോസിപ്പുകൾക്ക് തളർത്താൻ പറ്റാത്ത നടി എന്ന ലേബൽ എപ്പോഴെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടോ? ഞാൻ അതിനോട് ആർഗ്യൂ ചെയ്യുന്നില്ല. ഐ എം ഇനഫ്, ഐ എം ഡൺ ഇനഫ്, ഐ ഡോണ്ട് വാണ്ട് ഇനിയും അതൊന്നും more. റിപ്പീറ്റ് ചെയ്യേണ്ട. I'm having a good family, I'm having a beautiful son, so I don't it's enough for me. ഓക്കെ. വിവാഹ വാർത്തകൾ വളച്ചൊടിച്ചവരോട് ഇന്നും ദേഷ്യം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നു. വിവാഹ വാർത്ത മനസ്സിലൊന്നും ഇല്ല എൻ്റെ. പക്ഷെ എന്നാലും എനിക്ക് അതൊക്കെ ഓരോ ട്രോമാസ് ആണ്. എൻ്റെ ഓരോ കാര്യങ്ങളും നമ്മള് ഇത് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെ നമ്മൾ എന്തെങ്കിലും ഇത് എന്താ പറയാ, ഇപ്പൊ നമ്മളൊരു കേസ് കൊടുക്കുന്നു, നമ്മൾ അതിനെതിരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേ മാധ്യമങ്ങൾ ഇതേ കാര്യങ്ങൾ വെച്ച് തന്നെ അതായത് നമ്മുടെ ജീവിതത്തിനെയും കൂടെ കയറി ഇടപെടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബാഡ്. യുനോ അപ്പോഴും അവര് നമ്മളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മള് കല്യാണം പോലും വിട്ട് കാശാക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. എങ്ങനെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് അതിലൂടെ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു എയിമാണ്. നിങ്ങക്ക് നല്ലത് നന്നായി ജീവിച്ചൂടെ? അല്ലേ? എന്തിനല്ലേ നല്ലത് എഴുതി നന്നായി ജീവിച്ചൂടെ? സത്യം. എന്തിനാ ഈ വളച്ചൊടിച്ച വാർത്തകളുമായിട്ട് ഒരുപാട് ആൾക്കാര് അല്ലേ? എന്തിന്റെ ഇതാണ് വെറുതെ ഓരോന്നും ഫേക്ക് ന്യൂസും ആക്കിക്കൊണ്ട്. നേരെ ഇനി ആരെ കുറിച്ച് എന്ത് എഴുതിയാലും നേരെ കംപ്ലൈന്റ് ചെയ്യുക, നേരെ പോയാൽ മതി. ഇനി പരിപാടി അതേ ഉള്ളൂ. അല്ലാണ്ട് ബാക്കി ഒരു പരിപാടിക്ക് നിൽക്കരുത്. ഡയറക്റ്റ് കംപ്ലൈന്റ് ചെയ്യുക, പരിപാടി ഇത് ചെയ്യുക. അല്ലാണ്ട് ഇതും പറഞ്ഞ് നമ്മൾ നമ്മൾ വിചാരിക്കും ഓക്കെ കുറച്ച് ഇനി ഇവര് നിർത്തുമായിരിക്കും. ഇവര് നിർത്തൂല. ഇവര് ഒരാളെ ഒരു ഇരയെ കിട്ടിയ പോലെയാണ് അവർക്ക്. അവരങ്ങോട്ട് മെഴുകുകയാണ് അതിനകത്തിട്ട്. അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോ അവര് വിചാരിക്കുന്നില്ല എത്രത്തോളം മറ്റേ പേഴ്സണലിനെ വേദനിപ്പിക്കുന്നുണ്ട്. അവര് പോകുന്ന മെന്റൽ ആ ഒരു ട്രോമ ഇതൊന്നും ഒരിക്കലും അവര് ചിന്തിക്കുന്നതേ ഇല്ല. മെന്റലാണ്. അത്തരം വിഭാഗക്കാരെന്ന് പറയുന്നതേ ഒരു മെന്റലാണ്. അപ്പൊ ആ മെന്റൽ ഇതിനകത്തോട്ട് നമ്മൾ ചെന്ന് പെടാതിരിക്കുക. ബിക്കോസ് ഇറ്റ് മേക്സ് us mental. മനസ്സിലാവുന്നുണ്ടോ? അതാണ്. അപ്പൊ അതിനകത്തോട്ട് ചെന്ന് പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെ, അവര് ചെയ്യുന്നതിന്റെ അവർക്ക് കിട്ടിക്കോളും. അതെ, പണ്ടൊക്കെ പിന്നെ ആയിരുന്നു. സിനിമയിൽ നിന്ന് മാറ്റി നിർത്തലുകൾ ഉണ്ടായെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. മാറ്റി നിർത്തലുകൾ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം അതുകൊണ്ടല്ലേ ഈ ചാൻസസ് ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പോകുന്നത്. പിന്നെ അതൊക്കെ നമുക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റൂല. ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ക്രിപ്റ്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു വിഭാഗം ആൾക്കാർക്കോ അവർ ആ പടത്തിൽ വേണ്ട, അവർ ഈ പടത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചതാണ് അവരൊരു സർക്കിള്. പിന്നെ ഒരു വിഭാഗം ആൾക്കാരെന്ന് പറയുന്നത് ചിലപ്പം ആ സ്ക്രിപ്റ്റില് നമ്മൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല. അത് അവരുടെ കുറ്റമോ നമ്മുടെ കുറ്റമോ അല്ല. അവര് എഴുതി വരുന്ന സ്ക്രിപ്റ്റിനകത്ത് ആ ക്യാരക്ടർ നമ്മൾ ആപ്റ്റ് ആവൂല. അപ്പൊ അവർക്ക് ഒരിക്കലും നമ്മളെ ഇത് ചെയ്യാൻ പറ്റൂല. അത് അവരെ കുറ്റപ്പെടുത്തിയിട്ടോ നമ്മൾ ഇത് ചെയ്തിട്ടോ കാര്യമില്ല. അപ്പം അങ്ങനത്തെ ഒരു മനഃപൂർവ്വമായിട്ട് നമ്മളെ മാറ്റുന്നതും ഉണ്ടാവും. ചിലപ്പോ ഇതുപോലത്തെ സാഹചര്യങ്ങൾ കാരണം നമുക്ക് അവിടെ നിർത്തുന്നു എന്നൊക്കെ പറയുന്നത് എനിക്ക് ഒരു പിടിയില്ല കേട്ടോ, എനിക്കറിയില്ല. പക്ഷെ നമ്മള്
എന്തൊക്കെ ഇപ്പൊ എത്രയോ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും പുരുഷന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും എല്ലാവരും ഉണ്ട്. എന്നാൽ ഒരാള് വിചാരിച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു ഇത് പറ്റിക്കഴിഞ്ഞു, എന്തെങ്കിലും അല്ല ബുദ്ധിമുട്ട് ഉണ്ടായി, അവരെ ഒന്ന് കൈ പിടിച്ച് തിരിച്ച് കൊണ്ടുവരാം എന്നാരും ചിന്തിക്കുന്നില്ലല്ലോ. എന്നാരും ചിന്തിക്കുന്നില്ലല്ലോ. ആരും യു ഹെൽപ്പ് ഈച്ച് അതേഴ്സ്. നിങ്ങളെ തന്നെ സംരക്ഷിക്കുവോ? ഇല്ലല്ലോ. നിങ്ങൾ തമ്മില് ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അല്ലേ? What do you think? അതെ, കറക്റ്റ് ആണ്. എല്ലാരും ഇങ്ങനെ സപ്രസ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷാണ്. കൈ പിടിച്ച് അതെ, ഓക്കെ നാളെ നീ വാ, നീ കേറി വാ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ സ്ത്രീ സമൂഹത്തിലുണ്ടോ? സ്ത്രീകളിലുണ്ടോ? പുരുഷന്മാരിലുണ്ടോ? അത് നമ്മൾ ഒറ്റയ്ക്ക് വരണം. അതെ, ശരിക്കും അതാണ് നമ്മുടെ ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. നമ്മൾ തന്നെ വിചാരിക്കണം നമ്മളെവിടെ എത്തണം. ഇപ്പോഴത്തെ ഒരു മലയാള സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു സക്സസ്, അത് ഐ എം സോ പ്രൗഡ് ഓഫ്. കനി എവിടെയാണ് മലയാള സിനിമയെ ആർട്ടിസ്റ്റിനെ കൊണ്ട് റീച്ച് ആക്കിയിരിക്കുന്നത്? കനി, ബാക്കിയുള്ള ആർട്ടിസ്റ്റ്, അതിലൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത്രയും നല്ല ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അത്രയും കാലിബർ ഉള്ള കലാകാരുള്ള ഒരു ഏരിയ ആണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ തെലുങ്കിലും തമിഴിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാലും മലയാള സിനിമയാണ് അവിടെയും. മലയാളം പടം താനേ, മലയാള പടത്തെ അത്രത്തോളം സ്ട്രോങ് ആയി. ഇപ്പൊ ഞാൻ തമിഴിൽ ചെന്നപ്പോ അവിടെ നിന്ന് ഒരാൾ പറയുന്നത്, ഇങ്ങ തിയേറ്ററിൽ എന്നെ പടം ഓടുത്, ഇതിവിടെ ഒരു തമിഴ് പടം കാണാമെന്ന് പറഞ്ഞു വന്നപ്പോ അവിടെ മഞ്ഞുമൽ ബോയ്സ്. അവിടെ ചെന്നപ്പോ മറ്റെടുത്ത് ചെന്നപ്പോ അവിടെ പ്രേമലു. അപ്പൊ ശരിക്കും പറഞ്ഞാല് മലയാള സിനിമ അത്രത്തോളം റീച്ച് ആയിട്ടുണ്ട്. ഇപ്പൊ കൊമേഴ്ഷ്യൽ ലെവലിലാണെന്നുണ്ടെങ്കിലും നല്ല സിനിമകളുടെ നിലവാരത്തിലാണെന്നുണ്ടെങ്കിലും യുഗം അങ്ങനെ കുറെ നല്ല പടങ്ങൾ വരുന്നുണ്ട്, എക്സ്പെരിമെന്റൽ മൂവീസ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. മലയാള സിനിമ നല്ലൊരു റേഞ്ചിലോട്ട് ഉയർന്നു വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതെ, അപ്പൊ അതിന്റെ ഭാഗമാകാൻ ഇനി എത്രയും പെട്ടെന്ന് നല്ല പടങ്ങൾ വരട്ടെ. അടുത്തത് not only humor but also ഹ്യൂമർ തന്നെ വരട്ടെ. ഹ്യൂമർ മാത്രമല്ല പറയുന്നത്, എല്ലാം വരട്ടെ. നേരത്തെ ചെയ്ത പോലത്തെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ക്യാരക്ടേഴ്സും വരട്ടെ. പക്ഷെ ഹ്യൂമർ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. ഹ്യൂമർ ചെയ്യാം, അത് ഉറപ്പില്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഹ്യൂമർ. ഇറ്റ്സ് കുറച്ച് ടഫായിട്ടുള്ള പരിപാടിയാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഇതല്ല. എല്ലാരും പറയുന്ന കാര്യമാണ് ഏറ്റവും ഡിഫിക്കൽട്ട് എന്നുള്ളത്. ആ ഒരു ഇമോഷൻ ആണ്, ആ ഹ്യൂമർ സാധനം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് എന്ന് എല്ലാരും പറയും. ഓക്കെ, ഇനി സുഹൃത്തുക്കൾക്ക് പലർക്കും നടിയായ മൈഥിലി ആയിരുന്നു കൂടുതൽ ഇഷ്ടം, ആണോ? ബ്രൈറ്റിനെ ഇഷ്ടം എല്ലാവർക്കും ആണല്ലേ? ബ്രൈറ്റിനെയാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? എന്നെ ബ്രൈറ്റിനെ അറിയാവുന്നവർക്ക് ബ്രൈറ്റിനെ ഇഷ്ടമാ. പിന്നെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഞാൻ ഇപ്പോഴും അവരുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഇപ്പോഴും എന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഓക്കെ, സോ ഐ ആം സ്റ്റിൽ continuing that relationship. ഇപ്പൊ സിനിമയിൽ കുറെ നാള് സിനിമ ചെയ്തു, അത് കഴിഞ്ഞിട്ട് അപ്പൊ സിനിമയിൽ തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഈ ഒരു മൂവി സർക്കിളിൽ തന്നെ. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും പിന്നീട് മൈഥിലി ഇപ്പൊ കുറച്ച് നാളായിട്ട് സിനിമ ചെയ്യാതിരിക്കുമ്പോ അവര് വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ മിസ് ചെയ്യുന്നു അങ്ങനെ ഒരു ഇത്? അവരെന്റെ അടുത്ത് പറയും, നീ തിരിച്ചു വരണം എന്നൊക്കെ പറയൂ. അപ്പൊ ഞാൻ എന്താ പറയാ, അവർക്ക് ഞാൻ കോൺഫിഡൻസ് വെക്കും, എന്തായാലും വരും ഞാൻ. അങ്ങനെ ഇപ്പൊ ഏറ്റവും കൂടുതൽ തവണ മൈഥിലി തിരിച്ചു വരണം എന്ന് ഇപ്പൊ പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആരായിരിക്കും? എന്റെ സിസ്റ്റർ ഉണ്ട്, മമ്മിന്റെ സിസ്റ്ററിന്റെ മോള് പിഞ്ചു. അപ്പൊ അവള് പറയാറുണ്ട് ഇടയ്ക്ക്, എടി എന്തായാലും നീ തിരിച്ചു വരണ്ടോ. പിന്നെ എന്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്. അപ്പൊ അതൊക്കെ അവരൊക്കെ പറയാറുണ്ട്. ഓക്കെ, ശരി. അങ്ങനെ നമ്മുടെ ഈ ഒരു സെഗ്മെന്റ് സൈഡിൽ ഇരിക്കരുത്, യു ആർ വെരി അത്ര ടാലന്റഡ് ആണ്, യു ഹാവ് ടു ബി ബാക്ക്, വാ മോളെ നീ വാ എന്ന് പറയാറുണ്ട്. സോ സ്വീറ്റ്. അങ്ങനെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ
ഡൗൺ ആയിട്ട് കിടന്നിരുന്ന ആ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ വെറുതെ ഒരു ഫോട്ടോ ഇങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് താഴെ കം ബാക്ക് എന്ന് പറയുന്ന ആ ഒരു മൊമെന്റ് എൻ്റെ ലൈഫിൽ അത് എത്ര വാല്യുബിൾ ആണെന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന അത്ര പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റൂല. അതിന്റെ ചിലപ്പോൾ അതിന്റെ ആ ഒരു ഭംഗി പോവും ഞാനത് പറഞ്ഞാല്. അത്രത്തോളം ഇതാണ്. സമ്പത്ത് ഇപ്പൊ എങ്ങനെയാ ഫുൾ ഇതാണോ സിനിമ ചെയ്യാനും സമ്പത്തിന് കുഴപ്പമൊന്നുമില്ല. സമ്പത്ത് ഹാപ്പിയാണ്. നല്ല ക്യാരക്ടേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ നീ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. ഇപ്പൊ ഇതുവരെ ചെയ്ത പോലെ അല്ല, കുറച്ചും കൂടെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നാണ് സമ്പത്തിന്റെ അടുത്ത് പറയുന്നത്. യെസ്. ഓക്കെ. അറേബ്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണോ മൈഥിലി? ഞാനോ? അറേബ്യൻ ഫുഡ് എനിക്ക് ഇഷ്ടമാണ്. ചൈനീസും ഇഷ്ടമാണ്. ചൈനീസും ഇഷ്ടമാണ്. എന്താന്ന് അറിയോ, ആസിഫിന്റെ കൂടെ എവിടെയോ ഒരിടത്ത് അറേബ്യൻ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് പോയി എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഒരു കഥ. അതെന്താണോ സംഭവം ഇത്ര ചിരിക്കാൻ? എനിക്കിത് കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ട്. അറേബ്യൻ ഫുഡ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഇതിലോട്ടാണോ വരുന്നതെന്ന് എനിക്ക് തോന്നി. എന്താ സംഭവം? അത് എനിക്ക് തോന്നുന്നു പാലേരി മാണിക്യം ഫസ്റ്റ് റിലീസ് നമ്മൾ എല്ലാരും കൂടെയാ കാണാൻ പോയത്. ആസിഫ് ഉണ്ട്, അർച്ചന എഴുക്കവിണ്ട്, അപ്പൊ എല്ലാരും കൂടിയാണ് നമ്മള് ഫസ്റ്റ് റിലീസ് 2009 കാണാൻ പോകുന്നത്. അന്ന് ഇവരൊക്കെ ഉണ്ട് എന്റെ കൂടെ. അതെ, അതൊരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിരുന്നു. അതെ. അപ്പൊ അങ്ങനെ ഞങ്ങള് ഇതൊക്കെ, എന്റെ മമ്മിയുണ്ട്, അപ്പൊ നമ്മളെല്ലാരും കൂടെ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് എവിടെയോ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കേറി. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ അവൻ പറയുമ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അങ്ങനെയാണ് നിങ്ങൾ അത് ആസിഫ് പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി അവിടെ പോയി അറേബ്യൻ ഫുഡ് തന്നെ വേണം എന്ന് അവിടെ മൈഥിലി പറഞ്ഞിട്ടാണ് നിങ്ങൾ അവിടെ പോയി കഴിച്ചതെന്ന് എന്തോ ആണ്, അങ്ങനെ എന്താണ് പറഞ്ഞത്. അതിൽ ഏറ്റവും വലിയ കോമഡി അത് പഞ്ചാബി ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. അറേബ്യൻ ഫുഡ് അതാണെന്ന് തോന്നുന്നുണ്ട് അതിന്റെ പിന്നിലത്തെ ഫണ്ട്. ഇതേ കിട്ടുള്ളൂ അറിയാം. എന്നിട്ടോടെ ചില പരിപാടികൾക്ക് തന്നെ വിളിക്കാത്തത് എന്തുകൊണ്ടെന്ന് അവരോട് തന്നെ തുറന്നു ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചിട്ടുണ്ട്. യെസ്. എപ്പോ, എവിടെ, എങ്ങനെ? ഒരു അവാർഡ് ഷോയ്ക്ക് എന്നെ വിളിച്ചു. ഒരു അവാർഡ് ഷോയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ഫേമസ് അവാർഡ് ഷോയ്ക്ക്. അപ്പൊ ഞാൻ ആ സമയത്ത് പ്രഗ്നന്റ് ആണ്. അപ്പൊ അതിന് മുന്നിലത്തെ ഫസ്റ്റ് ഡേ എന്തോ എവിടെയാ ക്രൗണിലോ എന്തോ അതിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ അതിന് വരുവാണെന്നുണ്ടെങ്കിൽ ബാക്കി പിറ്റേന്ന് മറ്റേ ഇത് വരിക. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ക്രൗണിൽ വരാൻ പറ്റൂല, ഞാൻ ഡയറക്റ്റ് അവാർഡിന് വന്നോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? അപ്പൊ പറഞ്ഞു ഇതുപോലെ. അത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ഞാൻ കണ്ടു, ഞാൻ ആർട്ടിസ്റ്റിനെയൊക്കെ ഇവിടുന്ന് കണ്ടു, ഇവിടെ രണ്ടു. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. പുള്ളി പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ ഇത്ര ഫോളോവേഴ്സ് ഉള്ളവരെയാണ് അവിടുന്ന് അവാർഡ്സിന് വിളിക്കുന്നതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെയോ? ഓക്കെ. ഞാൻ പറഞ്ഞു, നാണോ ഇല്ലല്ലോ തനിക്ക്? ഇത് പറയാനുള്ള നാണോ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. സോഷ്യൽ മീഡിയയില് ഞാൻ ഇവിടെ 1 or 2 മൂവി ചെയ്തിട്ടുള്ള കുട്ടികളാണ് ഇതിൽ പോയിട്ട് ഇതിലപ്പോൾ ഇത്രയോ കാലിബർ ഉള്ള എത്രയോ ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ ആ സോഷ്യൽ മീഡിയയിൽ എത്ര ഫോളോവേഴ്സ് അനുസരിച്ചിട്ടാണ് ഇവിടെ ചാൻസസ് എന്നിപ്പോ. അതായത് അതനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്ക് ചാൻസസ് വരുന്നതെന്ന്. ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും എത്ര ഫോളോവേഴ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് ചാൻസസ് വരുന്നതെന്ന്. ഞാൻ എന്ത് മണ്ടത്തരമാണ് ഇയാൾ ഈ പറയുന്നത്? അല്ലേ, നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങൾക്ക് കേട്ടിട്ട് എന്താ തോന്നുന്നത്? ഇതെനിക്ക് ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. ഒരു അവാർഡ് നൈറ്റിന് എന്താ ഇത് ചെയ്താത്തേന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ്. നിങ്ങൾ പിന്നെന്താ എന്നെ വിളിക്കാഞ്ഞത്? നിങ്ങൾ വിളിച്ചില്ലല്ലോ, നിങ്ങൾ ഇതിന് വിളിച്ചിട്ട് ഇത് ചെയ്യാന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മറ്റേ ഇതാ കാര്യമെന്ന്.
മേലെ എന്നെ വിളിച്ചു പോയേക്കരുത് പറഞ്ഞു ഒരു കാര്യത്തിനും. എന്താ അല്ലേ എത്രയോ ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സിനെ പൈസ കൊടുത്ത് വാങ്ങിക്കാം. എത്രയോ പേര് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഞാനൊന്നും പൈസ കൊടുത്തല്ല വാങ്ങിച്ചിട്ടുള്ള കേട്ടോ. എനിക്ക് ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് ഫോളോവേഴ്സേ ഉള്ളൂ, പക്ഷെ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഞാൻ ഇത്ര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ല, പക്ഷെ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആദ്യത്തെ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് പീപ്പിൾ ചോയ്സ് ആണ്. അതില് പൊതുവെ, അതായത് അതിന്റെ ഒരു ഞാൻ ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ മൈഥിലിയുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ആൻസർ പറയരുത്. അത് പൊതുവെ ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ നമ്മുടെ പബ്ലിക് എന്തായിരിക്കും, കൂടുതൽ മെജോറിറ്റി ആൾക്കാർ എന്തായിരിക്കും അതിന് ആൻസർ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ ഒരു റാൻഡം ആയിട്ട് നമ്മുടെ ഫാമിലി ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് പ്രേക്ഷകരുണ്ട്. അതിൽ ഇന്നിപ്പോ നമ്മൾ വേറൊരു റാൻഡം ആയിട്ട് ഒരാളായിട്ട് ഫോണിൽ കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് ഇതേ ചോദ്യങ്ങൾ തന്നെ ചോദിക്കുമ്പോൾ അവരെന്ത് ആൻസർ പറഞ്ഞതിനെ നമുക്ക് നോക്കാം. അപ്പൊ മൈഥിലിയുടെ ആൻസറും അവരുടെ ആൻസറും എത്രത്തോളം ഈക്വൽ ആയിട്ട് ടാലി ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. അതായത് ജസ്റ്റ് നിങ്ങളിപ്പോ ഒരു സെലിബ്രിറ്റി ഫിഗറും കൂടെ ആണല്ലോ, അപ്പൊ നമ്മുടെ പബ്ലിക്കിന്റെ ഒക്കെ മനസ്സും അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടൊക്കെ നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചുമ്മാ ഒന്ന് നോക്കാനുള്ള ഒരു ഫൺ, ഒരു സംഭവം. ഓക്കെ, സോ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഇന്നിപ്പോ മൈഥിലി നല്ലൊരു വീട്ടമ്മയാണെന്ന് പറഞ്ഞു. കുക്കിങ്ങും ക്ലീനിങ്ങും മോന്റെ കാര്യങ്ങളും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന നല്ലൊരു അമ്മയും വൈഫും ഒക്കെ കൂടിയാണല്ലോ. അപ്പൊ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീട്ടമ്മയുടെ ഒരു കാഴ്ചപ്പാടിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോണത്. ഓക്കെ, പൊതുവെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വീട്ടമ്മ ആഗ്രഹിക്കുന്നത് ഈവനിങ് ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യാനാണ്. ഓക്കെ, ഞാൻ ഓപ്ഷൻസും കൂടെ തരാം. ഒന്ന്, സീരിയൽ കണ്ട് സമയം കളയുക, അങ്ങനെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. മറ്റൊന്ന്, മക്കളെ പഠിപ്പിക്കുക. തേർഡ് വൺ, വീട്ടിലുള്ളവർക്ക് ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. ഇതിലേതായിരിക്കും പൊതുവെ? മൈഥിലിയുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയരുത് കേട്ടോ. പൊതുവെ പബ്ലിക് എന്തായിരിക്കും ഇതിലെ ഏത് ഓപ്ഷൻ ആയിരിക്കും കൂടുതൽ ചൂസ് ചെയ്യാൻ? അയ്യോ, പൊതുവെ എന്തായാലും സീരിയൽ കണ്ടിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ. ഇനി മൈഥിലിയുടെ ഈവനിങ് ടൈം എങ്ങനെയാ? ഈവനിങ് ടൈം എനിക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കുക്ക് ചെയ്ത് പഠിപ്പിക്കുന്നതിന് ഓക്കെ, പഠിപ്പിക്കാറായിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒന്ന് ഫുഡൊക്കെ അവൻ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ. എന്താണ് ഏറ്റവും നല്ല സമ്പത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത്, നല്ലത് റിപ്പീറ്റഡ് ആയിട്ട് മൈഥിലി നീ ഇത് ഉണ്ടാക്കൂ എന്ന് പറയുന്നത് എന്ത് ഡിഷായിരിക്കും? ഇപ്പൊ ഞാൻ പുതിയതായിട്ടൊരു സ്റ്റേക്ക് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. പുതിയതായിട്ടുള്ള ഒരു സ്റ്റേക്ക് ഇപ്പൊ അത് കുറച്ച് 2-3 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. അപ്പൊ അത് ഇങ്ങനെ നമ്മൾ അവിടെ ഒരു ഷെഫ് ഉണ്ട്, ജോസേട്ടൻ. അപ്പൊ പുള്ളി ഇങ്ങനെ സ്റ്റേക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മള് ഇങ്ങനെ ഇതാ. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അടുത്ത ഇനിയും സമ്പത്തിന് അത് പരീക്ഷണം ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, അപ്പൊ പുതിയ റെസിപ്പി കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ പരീക്ഷിക്കുന്നത് സമ്പത്ത് ഇല്ല. അതെ അതെ അതെ. സമ്പത്ത് കുഴപ്പമില്ല കേട്ടോ. സമ്പത്തിന് ഫിഷ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫിഷും പിന്നെ കുറച്ച് മീറ്റാണ് ഇഷ്ടം. അപ്പൊ എല്ലാം അത്യാവശ്യം ഇപ്പൊ കുക്ക് ചെയ്യുന്നുണ്ട് മൈഥിലി അല്ലേ? ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം. പൊതുവെ ഒരു വീട്ടമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കുക്ക് ചെയ്യാനായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക? ഒന്ന്, പുട്ടുകടല. മറ്റൊന്ന്, ദോശ ചമ്മന്തി. ഇനി ഒന്ന്, ഇടിയപ്പം. നിങ്ങളുടെ വീട്ടിൽ വന്നാൽ എന്തായിരിക്കും കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തായിരിക്കും? നീലുന് ഇഷ്ടം ഇഡ്ഡലിയാ. ആണോ? അപ്പൊ അവിടെ മിക്ക ദിവസം ഇഡ്ഡലി തന്നെയായിരിക്കും. ഇഡ്ഡലി ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇഡ്ഡലിയുടെ ഒരു ഓപ്ഷൻ ഇല്ല. പുട്ടുകടല, ദോശ ചമ്മന്തി, ഇടിയപ്പം. ഇതിലേതായിരിക്കും? പുട്ടുകടല. ദോശ ഓക്കെ, ദോശ നല്ല. അപ്പൊ ഏതെങ്കിലും ഒന്നിൽ ഫിക്സ് ചെയ്യും. ദോശ. മൈഥിലിക്ക് ഇഷ്ടം എന്താ? ദോശയാണോ? ഓക്കെ. ഹേമ കമ്മീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചൂട് പിടിക്കുന്നത് കൊണ്ട് വീട്ടമ്മമാർക്ക് പൊതുവെ ഓപ്ഷൻ 1, സിനിമകൾ അധികം കാണാൻ ഇപ്പോൾ താല്പര്യമില്ല. 2, സിനിമാക്കാരോട് താല്പര്യക്കുറവ്. 3, സിനിമാ വാർത്തകൾ അറിയാൻ താല്പര്യമില്ല. എന്തായിരിക്കും? താല്പര്യം കാണൂല, ഉറപ്പല്ലേ? താല്പര്യമേ ഉണ്ടാവില്ല. അപ്പൊ തേർഡ് വൺ. ഓക്കെ, ശരി. ഇനി 4ാമത്തെ ചോദ്യം. മമ്മൂക്കയുടെ മറ്റേതൊരു ചിത്രമാണ് റീ റിലീസിന് ഇപ്പൊ പലരിമണിക്ക് വന്നില്ലേ, അതേപോലെ റീ റിലീസിന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടാവുക? ഹിറ്റ്ലറിൽ ഉണ്ട്. ഓക്കെ, ശരി, നോക്കാം. അപ്പൊ ഇത്ര ചോദ്യമുള്ളൂ. ബിഗ് ബി. അത് നമ്മുടെ ഇവര് പറഞ്ഞ ഹെൽപ്പ് എടുക്കാം. ശരി, അപ്പൊ തീർന്നു. ഈ റൗണ്ട് കഴിഞ്ഞു. പറഞ്ഞോട്ടെ. എന്നാ ശരി, ബിഗ് ബി. പാവം മൈഥിലി കുട്ടിയല്ലേ, ബിഗ് ബി. അപ്പൊ നമ്മളിപ്പോ കണക്ട് ചെയ്യാൻ പോണത്
ആ. മോളി എന്ന് പറഞ്ഞ ഒരു ചേച്ചിനെയാണ് കേട്ടോ. ആ, നമുക്ക് ആ. ചേച്ചിയുടെ അടുത്ത് ഇതേ ചോദ്യം. ആരാ? സുനിത ചേച്ചിനെയാണോ? ഓക്കെ. ഹലോ ഹലോ ഹലോ, സുനിത ചേച്ചിയാണോ? അതെല്ലോ. ഞാൻ രമ്യാണ്, മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ നിന്നും, ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൽ നിന്ന് വിളിക്കുക. ആ പറഞ്ഞോ. എന്ത് പറയണു ചേച്ചി, സുഖാണോ? സുഖായിട്ടിരിക്കുന്നു. ഇന്ന് എന്റെ കൂടെ നമ്മുടെ മൈഥിലിയാണ് ഉള്ളത് കേട്ടോ. ആ ആ എന്റെ അടുത്തുണ്ട്. ഹലോ പറഞ്ഞോ. ഹലോ ഹലോ സുനിത ചേച്ചി, സുഖാണോ? സുഖായിട്ടിരിക്കുന്നു. സുഖാണോ? കുഞ്ഞാവ് സുഖായിട്ടിരിക്കുന്നു. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ കേക്കുമ്പോ. ശരി ചേച്ചി, ഇന്ന് ഞാൻ മൈഥിലിയുടെ അടുത്ത് ഇപ്പൊ ഒരു 3-4 ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ അതേ ചോദ്യം ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. അപ്പൊ ചേച്ചി പെട്ടെന്ന് ആൻസർ പറയണം. ചേച്ചിക്ക് എന്താ അതിനകത്ത് ഇഷ്ടം, ആൻസർ എന്താന്ന് പറയണം കേട്ടോ. ഓക്കെ. ഒന്നാമത് പൊതുവെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വീട്ടമ്മ ആഗ്രഹിക്കുന്നത്, ഓക്കെ, ഈവനിങ് ടൈം ചേച്ചി എങ്ങനെ സ്പെൻഡ് ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്? അതായത് നമ്മുടെ സീരിയൽ കണ്ടിട്ടാണോ, മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടാണോ, അതോ വീട്ടിൽ നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനാണോ? ഏതാ സുനിത ചേച്ചിക്ക് കൂടുതൽ താല്പര്യം? ആ കറക്റ്റ്, ശരാശരി മലയാളികൾക്കെല്ലാം അങ്ങനെയായിരിക്കുമല്ലോ താല്പര്യം അല്ലേ? ഓ, അപ്പൊ മൈക്കിളുടെ ആൻസർ കറക്റ്റ് ആയി. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം. പൊതുവെ ഒരു വീട്ടമ്മയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കുക്ക് ചെയ്യാനാണ് ഇഷ്ടം? പുട്ടുകടല, ദോശ, ചമ്മന്തി, ഇടിയപ്പം? ദോശ ചമ്മന്തി ആ, ഏറ്റവും എളുപ്പം അതാണ്. അപ്പൊ അവിടെ മൈഥിലി സ്കോർ ചെയ്തു, ജയിച്ചു. ഇനി അടുത്ത ചോദ്യം. ഇപ്പൊ ഹേമ കമ്മീഷന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ചൂട് പിടിക്കുന്നത് കൊണ്ട് വീട്ടമ്മമാർക്ക് പൊതുവെ സിനിമകൾ കാണാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ സിനിമാക്കാരോട് താല്പര്യക്കുറവ്, അതും അല്ലെങ്കിൽ സിനിമാ വാർത്തകൾ അറിയാനേ താല്പര്യമില്ല. സിനിമ വാർത്തകൾ അറിയാൻ താല്പര്യമില്ല. കാരണം സിനിമാ പ്രേമികള് ഒരിക്കലും സിനിമ ഇഷ്ടപ്പെടാതിരിക്കില്ല. ആ, നല്ല സിനിമ വന്നാൽ സ്വീകരിക്കും അല്ലേ? ഈ വാർത്ത കേൾക്കുന്നതാണല്ലോ പ്രശ്നം. ആ, അപ്പൊ അതും മൈത്രിയുടെ ആൻസർ കറക്റ്റ് ആയി. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരേ ഒരു ചോദ്യം കൂടി ഉള്ളൂ ചേച്ചി. നമ്മുടെ മമ്മൂക്കയുടെ പലേരി മാണിക്യം ഇപ്പൊ വീണ്ടും വീണ്ടും റിലീസ് ചെയ്തിരുന്നു ഇപ്പൊ 4K-യിൽ. ആ അല്ലേ? അപ്പൊ അതേപോലെ മമ്മൂക്കയുടെ വേറെ ഏത് ചിത്രം റിലീസിന് വരാനാണ് പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം? ഏതായിരിക്കും? എന്റെ അഭിപ്രായം പറഞ്ഞാൽ മതിയോ? ഏറ്റവും കൂടുതലേ എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സിനിമ ഹിറ്റ്ലർ ആയിരിക്കും. അതിന്റെ ഒരു പ്രത്യേക കഥാപാത്രമാണല്ലോ. ആണോ? ഓക്കെ. ചേച്ചി ഇവിടെ ഇരിക്കുന്നല്ലേ ചേച്ചി? ഒരുപാട് ഇഷ്ടമുള്ള ഒരു സിനിമയാണ് മമ്മൂക്കയുടെ. സത്യം പറയും, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? അതാണ് എനിക്ക് അറിയേണ്ടത്. പ്രൊഡ്യൂസർ അതെല്ലാം സുനിത ചേച്ചി ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് ഗസ്റ്റ് പറഞ്ഞ 4 ആൻസേഴ്സും കറക്റ്റ് ആയിട്ട് തന്നെ പീപ്പിൾസ് ചോയ്സിൽ ഇതുപോലെ വന്നിരിക്കുന്നത്. അതാണ് ഭയങ്കര മനപ്പൊരുത്തം. അതോ നിങ്ങൾ പ്രൊഡ്യൂസർ ഒക്കെ കൂടെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമല്ല. സ്വന്തം അഭിപ്രായമാണ് എല്ലാ കാര്യത്തിലും പറയുന്നത്. ഓക്കെ, ഭയങ്കര ഒരു ഇത് അത് ഒരേപോലെ തന്നെ വന്നു. എന്തായാലും താങ്ക് യു സുനിത ചേച്ചി, താങ്ക് യു. അപ്പം ഓക്കെ കേട്ടോ, ശരി, ബൈ. ഗുഡ് നൈറ്റ്, ബൈ. നമ്മുടെ കൂടെ ഇരിക്കുന്നവരുണ്ടല്ലോ, ഇവര് നിങ്ങളെ പറ്റിക്കാനൊക്കെ ആയിട്ട് പല ക്ലൂ ഒക്കെ ഇട്ട് തരും. അതും കേട്ട് ബിഗ് ബി എന്ന് പറഞ്ഞ് നിന്നില്ലേ? മര്യാദക്കാ ഹിറ്റ്ലർ പിടിച്ച് നിന്ന് അങ്ങനെ നിന്നാ പോരായിരുന്നോ? പക്ഷെ കൊള്ളാട്ടോ, ഭയങ്കര കണക്ഷൻ ആയി പോയി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഹിറ്റ്ലർ ആണെന്നുണ്ടെങ്കിലും ബിഗ് ബി ആണ്. ഹിറ്റ്ലറും ബിഗ് ബി വന്നോട്ടെ. അങ്ങനെ തുടക്കം തന്നെ വളരെ ഗംഭീരമായിട്ട് വളരെ കറക്റ്റ് ആൻസർ പറഞ്ഞ് വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത സെഗ്മെന്റ് എന്ന് പറയണത് ഓർക്കണ്ട്. അതായത് ആ സെഗ്മെന്റിന്റെ പേരാണ് അങ്ങനെ. എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ കുറച്ച് മൈക്കിൽ തന്നെ അഭിനയിച്ച കുറച്ച് സിനിമകളുടെ പേര് പറയും. ആ സിനിമ സെറ്റിൽ ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന സമയത്തോ സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നല്ല ഒരുപാട്, ഏതൊരു സിനിമയെ കുറിച്ച് പറയുമ്പോഴും ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഒരുപാട് പറയാനുണ്ടാവും. ഓക്കെ, അങ്ങനെ നമുക്ക് ഫസ്റ്റ് തന്നെ സോൾട്ട് ആൻഡ് പെപ്പറിനെ കുറിച്ച് പറയാം. കാരണം നമ്മൾ പലേരി മാണിക്യം ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. നമുക്ക് അടുത്തത് മൈഥിലിയുടെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ ഇടയിലേക്ക് മൈഥിലി എന്ന് പറഞ്ഞൊരു ആള് വന്നെത്തിയ ഒരു മൂവിയാണ് സോൾട്ട് ആൻഡ് പെപ്പർ. അതിന്റെ ഒരു നിമിഷങ്ങളെ കുറിച്ച്. സോൾട്ട് ആൻഡ് പെപ്പർ എനിക്ക് ഒന്ന് മൂന്നാർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരട്ട കടിച്ച്. തേയിലത്തോട്ടത്തിലല്ല,
മറ്റേ അവിടുത്തെ പൈൻ ഫോറസ്റ്റ് ഓ അപ്പൊ അവിടെ ഫുള്ള് അട്ടയുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ അട്ടയൊന്നും ഉണ്ടെന്ന് അറിയില്ലല്ലോ. പിന്നെ കുറെ നേരം കഴിഞ്ഞ് കടിക്ക് വീട് കഴിയുമ്പോഴാണ് കാണുന്നത് പിന്നെ ഒരു ഓട്ടമാണല്ലോ. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു രസകരമായ ടൈംസ് ആയിരുന്നു. അതാ പാട്ടിന്റെ സീനിന്റെ സമയത്താണോ? അതിനകത്ത് ആ പാട്ടിന്റെ പാട്ടിന്റെ ടൈമില് ഷൂട്ട് ചെയ്യണേ. സോങ്ങിന്റെ ഷൂട്ടിന്റെ ടൈമിലായിരുന്നു. ഓക്കെ. പിന്നെ അതിലെ എല്ലാ മൊമെന്റ്സും ഭയങ്കര രസകരമായിട്ടുള്ള, കാരണം എപ്പോഴും ഒരു ഫൺ എലമെന്റ് ആയിരുന്നു അവിടെ എല്ലാരും. പിന്നെ നമുക്ക് ഒരു ഫാമിലി പോലൊക്കെ ഫീൽ ചെയ്യുന്ന എല്ലാരും അത്രത്തോളം. ചേച്ചിയുടെ കൂടെ ഉള്ള ആ ഒരു നിമിഷങ്ങൾ, ആസിഫിന്റെ കൂടെ. അയ്യോ ശരിക്കും കൽപ്പന ചേച്ചീനെയൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നു കേട്ടോ, സത്യമായിട്ട് അത്രയും. അതെ, ആ സമയത്തൊക്കെ എത്ര നിങ്ങൾ ചേച്ചിയൊക്കെ ഇങ്ങനെ വന്നിട്ട് ചോദിക്കും, മോളെ നിന്റെ ആ ലിപ്സ്റ്റിക്ക് മറ്റേ, അപ്പൊ കൽപ്പന ചേച്ചിക്ക് അതിനകത്തൊരു വിഗ് ആണല്ലോ, അപ്പൊ ഭയങ്കര ബ്യൂട്ടി ഇതാണ് ചേച്ചിക്ക്. ആക്ച്വലി ശരിക്കും പറഞ്ഞാ നമ്മള് ഓരോ കണ്ണെഴുതുന്നതാണെന്നുണ്ടെങ്കിലും പിന്നെ ചേച്ചിക്ക് എന്തെങ്കിലും ഷെയ്ഡ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മള് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ, പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയാലോ, നമ്മളത് അങ്ങോട്ടൊരു ലിപ്സ്റ്റിക്ക് കണ്ടാലോ അല്ലെങ്കിൽ ഒരു ചേച്ചി പിന്നെ ചേച്ചി അടിപൊളിയായിരുന്നു. ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നില്ല, പക്ഷെ ആ ഒരു മൊമെന്റ്സ് ഒക്കെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആയിരുന്നു. പിന്നെ ശ്വേത ചേച്ചിയുടെ കൂടെ ഉള്ളത്, ശ്വേത ചേച്ചി പിന്നെ അതെ ചക്കര. പിന്നെ ആസിഫ് ആണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് എത്രയോ. അതെ അതെ, ആസിഫ് എല്ലാരും കൂടെ നല്ല രസമായിരുന്നു. ഇവരെല്ലാരും ഇപ്പോഴും കണക്റ്റഡ് ആണോ? ഇവരായിട്ട് നിങ്ങൾ ഇങ്ങനെ? ആസിഫിനെ ഒക്കെ എനിക്ക് എത്ര കൊല്ലായി കണ്ടിട്ട്. കല്യാണത്തിന് വിളിച്ച്, കല്യാണത്തിന് വന്നിട്ടില്ല. അതെ, അവിടെ ഷൂട്ട് എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പൊ ശ്വേത ചേച്ചി വന്നു. അപ്പൊ പിന്നെ എല്ലാരുമായിട്ട് ഇങ്ങനെ കണക്ഷൻ കുറവാ, പക്ഷെ സ്റ്റിൽ എവറിബഡി ഈസ് ഇൻ അവർ ഹാർട്ട്. അപ്പൊ എല്ലാരും ഉണ്ട്, നമുക്ക് എപ്പോഴും കാണാനും എടുക്കാനും ഒന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ എല്ലാരും. അന്ന് ഈ മൂവിയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് എന്തോ മൈഥിലിക്ക് എന്തോ ഒരു ആക്സിഡന്റ് പറ്റുകയോ, എന്തോ ഒരു അപകടം പറ്റി, എന്തോ ഒന്ന് ഉണ്ടായിട്ടില്ലേ? എനിക്കോ? മറന്നുപോയോ? അട്ട കടിച്ച അപകടം. എന്നാ അതിന് ഈ ഷൂട്ടിന്റെ സമയത്ത് മൈഥിലിക്ക് പറ്റിയൊരു അബദ്ധമാണോ? എന്നാല് അബദ്ധമായിരിക്കും, അപകടമായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ആക്സിഡന്റിനെ കുറിച്ചുള്ള വേറൊരാൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓഡിയോ ബൈറ്റ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്ന്. രണ്ടുപേര് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ്. ഓക്കെ, അത് ഞാൻ കേൾപ്പിച്ചു തരാം. ഹലോ, എന്താ വിളിച്ചേ? നമ്മുടെ മൈഥിലിക്ക് എന്താ സംഭവിച്ചത്? ഏത് മൈഥിലി? നമ്മുടെ നടി മൈഥിലി ഇല്ലേ? നടിയോ? എവിടെയോ ഇങ്ങനെ തോടല കാണല എങ്ങാണ്ട് വീണെന്ന് പറയുന്നുണ്ടായിരുന്നു മുന്നേ. ഏത് മൈഥിലിക്ക്? നമ്മുടെ നടിയില്ലേ സുന്ദരി മൈഥിലി. എന്റെ പൊന്നമ്മച്ചി, എനിക്ക് അറിയത്തില്ല ഏതാ മൈഥിലി. ഈ പണി കിടക്കുന്ന ഇങ്ങനെ വിളിച്ച് സംസാരിക്കല്ലേ? സീരിയസ്ലി ഞാൻ നല്ല ഒന്നാതെ വലിയ പണിക്കകത്തിരിക്കുക, അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അമ്മച്ചി പറഞ്ഞാൽ അറിയത്തില്ല. പറയില്ലേ പൊന്നെ, ഏതോ ഒരു കാണല എവിടെയോ വീണിട്ടുണ്ട് പൊന്നെ. ആരിലും പിടിച്ച് പൊക്കിയെടുത്താൽ കേട്ടോ. അമ്മച്ചിക്ക് വേറെ പണിയൊന്നുമില്ല, വേറെ എന്തെങ്കിലും പണിക്ക് നോക്കും. ശരിയെന്നാ, ഞാൻ വിളിക്കാം. അങ്ങനൊന്നും പറയല്ലേ, വെക്കല്ലേ പൊന്നെ, വെക്കല്ലേ. ഹലോ അമ്മച്ചി, ഞാൻ വിളിക്കാം. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, ഞാൻ വിളിക്കാം. ഏതോ ഒരു അമ്മ ഭയങ്കര വറീഡാണ്. മൈഥിലിക്ക് അന്ന് എന്താ ശരിക്കും സംഭവിച്ചത്? ആ അമ്മയുടെ വിഷമം കേട്ടോ. ഇത് ശരിക്കും ഉള്ളതാണോ അതോ? അതെ അല്ലേ? ആണോ? ശരിക്കും അതെന്തായിരുന്നു സംഭവിച്ചന്ന്? അന്ന് എനിക്ക് തോന്നുന്നു കാനല് വീണു. എന്താ സോങ്ങിന്റെ ഷൂട്ടിനിടയിൽ എപ്പോഴാ? എന്താ കാനൽ വീഴുന്നെന്ന് പറയുന്നത് അതിനകത്തെ ഒരു സീനാണ്. ആക്ച്വലി മറ്റേ അവള് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ താഴെ വീഴുന്നത്, ചെളിയിൽ വീഴുന്നത്, മറ്റേ അതാണ് അതിനകത്ത് ഒരു സീന്. മറ്റേന്ന് പറഞ്ഞാൽ ശരിക്കും വീണത് സോങ് ഷൂട്ട് നടക്കുമ്പോ ആ ഒരു ബ്രിഡ്ജ് ഇല്ലേ മൂന്നാറിൽ ഇങ്ങനെ പോകുന്ന ഒരു ബ്രിഡ്ജ്, ആ ബ്രിഡ്ജിൽ താഴെ പോയിട്ടില്ല, ഒരു കാലൊക്കെ താഴെ പോയി. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ ഹെഡ് ക്ലാപ്പ് കൊടുക്കാനായിട്ടേ താഴെ വീണ് കിടക്ക, ഹെഡ് ക്ലാപ്പ് കൊടുക്കാൻ മിസ് ചെയ്തിട്ടില്ല ആള്. അത്ര ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തവരാണ് അതിനകത്തുള്ളത്. അപ്പൊ എന്തായാലും ഇതിനകത്ത് ഇപ്പൊ നമ്മൾ കേട്ട വോയിസ് അത് അന്നേരം എനിക്ക് തോന്നുന്നു ന്യൂസ് എന്തോ വന്ന് പോയിട്ടുണ്ടാവണം. അന്ന് ഇങ്ങനെ എന്തെങ്കിലും ഷൂട്ടിങ്ങിന്റെ ഇടയില്
മൈഥിലിക്ക് അപകടം വന്നൂന്നോ അതുകൊണ്ടായിരിക്കുമല്ലോ ഈ അമ്മ ഇങ്ങനെ അറിഞ്ഞത്. നോക്കി എത്ര വിഷമിച്ചിട്ടാണ്. എന്തോ ജോലി തിരക്കിലിരിക്കുന്ന മോനാ. ഞാൻ മോനെ വിളിച്ചിട്ട് മോനെ മോനെ എന്ന്. ഏതൊരു അമ്മയാണെന്നുണ്ടെങ്കിലും ഐ ലവ് യു സോ മച്ച്. അതെ, എനിക്കും അറിയില്ല അമ്മയുടെ പേരെന്താന്നൊന്നും അറിയില്ല. അറിയാമോ? ഇല്ല, ഏത് അമ്മയാന്നൊന്നും അറിയില്ല. എന്തായാലും ജോലി തിരക്കിൽ നിൽക്കുന്ന മോനെ വിളിച്ചിട്ട് മോനെ വെക്കല്ലേ അങ്ങനെ എന്നുള്ളത്. അപ്പൊ അന്ന് വീണപ്പോ എന്നിട്ട് ആരാ സോങ്ങിന്റെ ഷോ ആസിഫ് ആയിരിക്കും രക്ഷിച്ചിട്ടുണ്ടാവുക? ഇല്ല, ഞാനങ്ങ് താഴെ പോയില്ല. ഒരു കാല് മാത്രമേ ഇങ്ങനെ താഴോട്ട് ഇതായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അന്ന് രക്ഷപ്പെട്ടു. അതാ മറ്റേ എനിക്കൊന്ന് ട്രെയിലർ കട്ടിനകത്ത് ഉണ്ട്. ആണോ? ഓ, എന്നാ അത് വല്ലതും കണ്ടിട്ടായിരിക്കണം ഒരു പക്ഷെ. ശരി, ഇനി നമുക്ക് അടുത്ത സിനിമ മായാമോഹിനി. അതിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ. മായാമോഹിനി, അതെ, മായാമോഹിനിയില് അതില് ഞാനൊരു ലക്ഷദ്വീപില് ഷൂട്ടിന് പോകുമ്പോ അവിടെ ഉള്ളവരിങ്ങനെ പറഞ്ഞു, അതേ പോലീസുകാരന്റെ മോള് പോന്നു, പോലീസുകാരന്റെ മോള് പോന്നു. അപ്പൊ ഞാൻ പോലീസുകാരന്റെ മോളോ? അതെനിക്കൊന്നും മനസ്സിലായില്ല. മായാമോഹിനിയിൽ പോലീസുകാരന്റെ മോളല്ലേ എന്താ പറഞ്ഞു. അപ്പൊ അങ്ങനെ അതാണ് അതിനകത്ത് ഒരു ഓർമ്മ. ബ്യൂട്ടിഫുൾ. അതെ, ശരി. ഇനി അടുത്തത് മാറ്റിനി. മാറ്റിനിയിൽ എന്താ മാറ്റിനിയില് ബ്യൂട്ടിഫുൾ ഓർമ്മകളാണോ? എങ്ങനെ? എന്താ ചോദിക്കുന്നത്? മാറ്റിനിയിലെ എന്തെങ്കിലും നല്ല ഓർമ്മകൾ ആ ഷൂട്ടിങ്ങിന്റെ സമയത്ത്? ഓർമ്മയില്ലേ? ഓർമ്മയില്ല. മാറ്റിനിയില് അങ്ങനെ ഒന്നും ഓർമ്മയില്ല. കുഴപ്പമില്ല, സാരമില്ല, കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് നമ്മുടെ തൊട്ട് മുമ്പേ നമ്മൾ സംസാരിച്ച ആ അമ്മയില്ലേ, ആ അമ്മയുടെ പേരും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അമ്മയുടെ പേര് റോസ്ലി എന്നാ. അപ്പൊ നമുക്കൊന്ന് വിളിക്കാം, ഒന്ന് കണക്ട് ചെയ്യാം. ഹലോ, റോസ്ലി ചേച്ചിയാണോ? ഞാനിത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്നാ വിളിക്കുന്നത്. എന്റെ പേര് രമ്യ എന്നാണ്. ഞാനിപ്പം റോസ്ലി ചേച്ചി നമ്മുടെ വർഷങ്ങൾ മുമ്പുള്ള ഒരു കോൺവെർസേഷൻ ആണ്. റോസ്ലി ചേച്ചി മോൻ അയച്ച ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതായത് നമ്മുടെ പാലേരി മാണിക്യം സോൾട്ട് ആൻഡ് പേപ്പറിലൊക്കെ അഭിനയിച്ച മൈഥിലി ചേച്ചി ആണോ? മൈഥിലി, ഞാനിപ്പം മൈഥിലിയുടെ ഒരു ഇന്റർവ്യൂവിന് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ കൂടെ ഉണ്ട് മൈഥിലി. അപ്പം എബിയാണ് എനിക്ക് അയച്ചത്. എബി ചേച്ചിയുടെ മോനല്ലേ? എബിയാണ് ഇങ്ങനെ മൈഥിലി ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു അന്ന് അമ്മ പറഞ്ഞ ഒരു കോൺവെർസേഷൻ ഞങ്ങൾക്ക് അയച്ചു തന്നു. ചേച്ചി അന്ന് മൈഥിലിക്ക് എന്തോ ആക്സിഡന്റ് ആയി എന്ന് അറിഞ്ഞപ്പോ ചേച്ചി വിഷമിച്ച് മോനെ വിളിച്ച് നോക്കിയതെല്ലാം. അപ്പൊ അത് ഇത്രയും ഇഷ്ടമാണോ മൈഥിലിയുടെ? എന്ത് പറ്റിയ ഒരു സിനിമ ഷൂട്ടിനിടയിൽ ഒരു ആക്ട്രസിന് ഇങ്ങനെ ഒന്ന് വീണൂന്നോ അപകടം പറ്റിയെന്ന് അറിയുമ്പോ ചേച്ചിക്ക് ഒരുപാട് വിഷമം വന്ന പോലെ ഉണ്ട് ആ വോയിസ് മെസ്സേജ് കേൾക്കുമ്പോ. ആണോ? അതെന്താ അത്ര വിഷമം തോന്നി? അത്രക്ക് ഇഷ്ടായിരുന്നോ മൈഥിലിനെ? എന്നാ ഞാൻ മൈഥിലിക്ക് ഫോൺ കൊടുക്കട്ടെ? എന്താ സോ സ്വീറ്റ്. ഹലോ, സുഖാണോ ആന്റി? ഹലോ, സുഖാണോ? ഞാൻ മൈഥിലിയാ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് ഇത് ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ, ആന്റി വിളിച്ച് ചോദിച്ചല്ലോ മോന്റെ അടുത്ത്. ആന്റിന്റെ അതെ, ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടായിപ്പോയി. കാരണം ഞങ്ങളൊക്കെ ഒരു നല്ലൊരു ആക്ടറായിട്ട് കണ്ടിരിക്കണ ഒരു വ്യക്തി ഇങ്ങനത്തെ അപകടം വരുമ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? സന്തോഷമുണ്ട് കേട്ടോ, ഒത്തിരി സന്തോഷമുണ്ട്. ആന്റിയുടെ വീട് എവിടെയാ? എന്റെ വീട് ആലപ്പുഴ. ആലപ്പുഴയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് കാണാം കേട്ടോ ഒരു ദിവസം. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അറിഞ്ഞത് സത്യം തന്നെയായിരുന്നു. അവൻ എന്നോട് ഒന്നും വിട്ട് പറയണമില്ല. സത്യമായിരുന്നു വീണത് അപകടം? അപകടമായിട്ടില്ലായിരുന്നു. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു സോങ് ഷൂട്ടിന്റെ ഇടയിൽ. അപ്പൊ ജസ്റ്റ് ആ കാല് മാത്രം ഒന്ന് വഴുതി, ഒരു കാല് മാത്രം ഇങ്ങനെ താഴോട്ട് പോയി, അത്രേ ഉള്ളൂ. അപ്പൊ തന്നെ ചാടി എഴുന്നേറ്റു. അതെ, വീഴ്ചകളൊക്കെ അത്രയല്ലേ ഉള്ളൂ. ഇല്ല, ഒന്നും പറ്റിയില്ല. അതെ അതെ,
സംഭവിച്ച അമ്മയൊക്കെ ഇത്ര ഇങ്ങനെ ഇതായിട്ടിരിക്കുമ്പോ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുവോ? അതെ, അവരെ വിളിച്ചു ചോദിക്കണേക്കാട്ടി നല്ല സ്വന്തം മക്കളെ തന്നെ വിളിച്ചു ചോദിക്കുമ്പോഴത്തേനും കുഴപ്പമില്ലല്ലോ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അമ്മ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോ തന്നെ. ലൈക്ക് അതെ, ഐ എം ബ്ലെസ്ഡ് ടു ഹാവ് യു. ഓക്കെ ഓക്കെ ആന്റി. അതെപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നേ. ഓ താങ്ക് യു സോ മച്ച്. യെസ്. ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ. ഇല്ല, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഞാനിപ്പം കുടുംബമൊക്കെ നോക്കി കുട്ടീനെയൊക്കെ നോക്കിയിരിക്കുക. പക്ഷെ ഞാൻ എന്തായാലും തിരിച്ചു വരും, തിരിച്ചു വന്നല്ലേ? ഉറപ്പായിട്ട് വരും. കണ്ടിട്ട് പിള്ളേര് എന്തോരൊക്കെ ആയിപ്പാ? 1.5 വയസ്സ്. ഒരു മോന്. ഒരു മോന്. മോന്റെ പേര് നീൽ സമ്പത്ത്. ഹസ്ബൻഡ് ഹസ്ബൻഡ് ആർക്കിടെക്റ്റ് ആണ്, സമ്പത്ത്. അതെ, ഞങ്ങൾ ഒരുമിച്ച് കൊടൈക്കനാലിലാണ് ജീവിക്കുന്നത്. സമ്പത്തിന്റെ കാര്യം ഓ, ഞാൻ അന്വേഷിച്ചെന്ന് പറയാം. പിന്നെ തീർച്ചയായിട്ടും പറയണം. കൊച്ചിന് കെട്ടിപ്പിടിച്ച് ചക്കര ഉമ്മയും കൊടുക്കണം. അയ്യോ, എന്റെ ചക്കരയടി, ചക്കര ഉമ്മ. ഇതാ ഞാൻ കൊടുക്കാം ഒരു അമ്മേന്റെ. ഓക്കെ ചേച്ചി, താങ്ക് യു. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ മൈഥിലിയുടെ എല്ലാ വിശേഷങ്ങളും കാണാം കേട്ടോ. പിന്നെ ഞങ്ങളെപ്പോഴും കാണാറുണ്ട്. ഓക്കെ, താങ്ക് യു. എന്നാ ശരി, ഓക്കെ, ബൈ. ബൈ. അയ്യോ, എന്തൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു അമ്മ അല്ലെ. ഇതേപോലെ എത്ര സ്വീറ്റ് ആയിട്ടുള്ള ഒരുപാട് അമ്മമാർക്ക് ഇതേപോലെ ഭയങ്കര ഇഷ്ടമാണ് മൈഥിലി. ഞാൻ കുറെ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇനി എനിക്കൊന്നും ഒരു പ്രശ്നമില്ല. ഹൗ മച്ച് എനർജി ദേ ആർ ഗിവിംഗ് ടു us. ലൈക്ക് അത്രയും നമുക്ക് തരുന്ന അവരുടെ ആ ഒരു സ്നേഹമാണ് നമ്മളുടെ ഏറ്റവും നമുക്ക് ഒരു തിരിച്ചുവരവിനും നമുക്കൊരു ഇൻസ്പിറേഷനും എല്ലാം അവരാണ്. അതെ, അവര് ഈ പറയുന്ന മൈഥിലിയുടെ ഒരു റിയൽ ക്യാരക്ടർ ഇതൊന്നുമല്ല. അവര് മൈഥിലി പ്ലേ ചെയ്ത് പോയിട്ടുള്ള സിനിമകളിലെ കഥാപാത്രങ്ങളിലൂടെയാണ് ഇവർക്കൊക്കെ ഇഷ്ടം തോന്നുന്നത് അല്ലെ. അവരൊക്കെ അത്രയും ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ ഈ അമ്മയുടെ തന്നെ സ്നേഹവും ആ ഒരു കരുതലും, മോളെ സൂക്ഷിക്കണേ അതൊക്കെ പറയും. അപ്പൊ ഇതേപോലെ തന്നെ എത്രയോ അമ്മമാർക്കാണ് ഇതേപോലത്തെ ഒരു ഇഷ്ടം. അങ്ങനെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന അമ്മമാര് തീർച്ചയായിട്ടും ഇന്നിപ്പോ മൈഥിലിനെ മിസ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ ഈ അമ്മ, ഈ റോസ്ലി ചേച്ചി തന്നെ ചോദിച്ചു, മോളെ നീ എന്നാ തിരിച്ചു വരണേ? അങ്ങനെ ഒരു തിരിച്ചു വരവ്, ആ ശക്തമായ തിരിച്ചു വരവിന്റെ ഒരു തുടക്കമാണ് ഇന്നിപ്പോൾ മൈഥിലി ഇവിടെ ഇരിക്കുന്നത്, ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൽ ഇരിക്കുന്നത് അല്ലെ. അതെ രമ്യ, തീർച്ചയായിട്ടും. ഇനി എന്താ പറയാ, നമുക്ക് പറയാൻ പറ്റുന്ന ഇപ്പൊ ഏതെങ്കിലും പ്രൊജക്ടുകൾ കഥ കേൾക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു സ്റ്റെപ്പിലേക്ക് പോയിട്ടുണ്ടോ? അതിലോട്ട് ഇനി പോകണം. കാരണം നല്ല സിനിമകൾ വരണം. നല്ല സിനിമകൾ വരുമ്പോഴാണല്ലോ നമ്മൾ കഥ കേൾക്കാനും ഇതൊക്കെ ആവുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു ഫാമിലിന്റെ ആ ഒരു പീരീഡിലാണ്. അപ്പൊ ഇതിന്ന് ഞാൻ എന്റെ കരിയറിലോട്ട് തിരിച്ചു വരുമ്പോ എനിക്ക് ഇനിയിപ്പോ എല്ലാരും അറിയണം. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, ഞാൻ ഇനി തിരിച്ചു വരുന്നുണ്ട്, എനിക്ക് അഭിനയിക്കാൻ ഇപ്പൊ എല്ലാം കൊണ്ട് നമ്മൾ റെഡിയാണെന്നൊക്കെ അറിയണം. അല്ലാതെ നമുക്ക് പടങ്ങൾ വരണില്ല. അതെ അതെ, അല്ല നമുക്ക് നല്ല സബ്ജക്ട്സ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡിയാണ്, നമ്മൾ വില്ലിങ് ആണ് അഭിനയിക്കാൻ എന്നുള്ളത് ജനങ്ങളിൽ അറിയണം എന്ന്. അപ്പം ലെറ്റ്സ് സീ. അപ്പൊ ഇതേപോലെ ഇങ്ങനത്തെ ഇന്റർവ്യൂ ഇങ്ങനെ ഇതൊക്കെ വരുമ്പോ തന്നെ ഇപ്പൊ ആൾക്കാർ വീണ്ടും ഓ മൈഥിലി ഇത് എവിടെയായിരുന്നു കുറെ വിശേഷങ്ങളും. അപ്പൊ അതാ എല്ലാരും അങ്ങനെ വിചാരിക്കുമ്പോ തന്നെ മൈഥിലി ഇവിടെ ഇനി ഒരു പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, നല്ല സബ്ജക്ട് വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. സോ ഷീ ഈസ് റെഡി എനി ടൈം. നല്ല കഥകളുമായിട്ട് നമുക്ക് മൈഥിലിനെ ഇനി അപ്രോച്ച് ചെയ്യാം അല്ലേ. ലെറ്റ്സ് സീ. ഇപ്പൊ കുഞ്ഞൊക്കെ ആയല്ലോ, ഇനിയിപ്പൊ അവനും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഏജിലേക്കൊക്കെ വന്നല്ലോ. അവനിപ്പോ എന്റെ കൂടെ തന്നെ അതാ പറഞ്ഞത് ചെയ്യാലോ. ഓക്കെ, ശരി. അപ്പൊ നമുക്കിനി നമ്മുടെ അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഇത്ര നല്ല ഫണ്ണി ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന മൈഥിലിന്റെ അടുത്ത് വേറൊരു കാര്യം ഓർമ്മ വന്നപ്പോ ചോദിക്കട്ടെ. ഇതിനിടയിൽ സമ്പത്തിനെ ആദ്യമായിട്ട് കാണുന്നത്, സമ്പത്തിനെ ഏതോ മരത്തിന്റെ മേളിൽ നിന്നാണ് ആദ്യം കണ്ടതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെന്താ സംഭവം? അതിന്റെ പിന്നാലത്തെ കഥ എന്താ? അത് ഞങ്ങൾ കൊടൈക്കനാലില് ലാൻഡ് വാങ്ങാൻ പോകുന്ന സമയത്താണ്. ശരിക്കും പറഞ്ഞാല് സമ്പത്ത് അവിടെ ഒരു ട്രീ ഹൗസ് എന്ന് പറഞ്ഞാല് വലിയ ട്രീ ഹൗസ് ആണ് കേട്ടോ. ഒരു 10-20 പേർക്ക് താമസിക്കാനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ട്രീ ഹൗസ് തണുപ്പാലങ്ങളുടെ ഫാമില് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു 500 മീറ്റേഴ്സ് മലയാണ്. ആ മല കേറിയിട്ട് വേണം മേളിലെത്തി. ആ മേളില് ഒരു ട്രീ, ആ ട്രീയുടെ മേളിലാണ് ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നത്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചില്ല ഞങ്ങൾ പ്രേമിക്കുമെന്നൊക്കെ. പക്ഷെ പിന്നീട് ഗ്രാജുവലി
എന്തോ ദൈവനിയോഗം ഇങ്ങനെയായിരുന്നു. അതെ. ഓ അതാണ് ആ സംഭവം. അതെ. ഓക്കെ, അന്ന് ആ കൊടൈക്കനാലിൽ അപ്പൊ വാങ്ങിയ ലാൻഡിലാണ് ഇപ്പൊ നിങ്ങൾ വീട് ഇപ്പൊ താമസിക്കുന്നത്? അല്ല, അവിടെ അത് നമ്മള് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ അത് ഫാമാണ്. ഓ അപ്പൊ ഇപ്പൊ നമ്മൾ ഇനിയും പുതിയ ലാൻഡ് വാങ്ങിയിട്ട് വേറെ ലാൻഡിലാണ് നമ്മൾ വീട് ഇത് ചെയ്യാൻ പോകുന്നത്. മൈഥിലി എന്താ ഡാൻസർ ആണ് എന്ന് എനിക്കറിയാം, ഡാൻസ് പഠിച്ചിട്ടുണ്ട്, പാട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല എന്നാണ്. പാടാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ഏറ്റവും കൂടുതൽ സമ്പത്തിന് പാടിക്കൊടുക്കുന്ന പാട്ട് തന്നെ പാടൂ. ദൈവമേ, സമ്പത്ത് എനിക്കാ പാടിത്തരുന്നത്. ആണോ? എന്നാ സമ്പത്ത് ഏറ്റവും കൂടുതൽ തവണ പാടിത്തന്ന പാട്ട് ഏതാ? ഏതാ? ആണോ? അത് എപ്പോഴും പാടിത്തരുന്ന പാട്ടല്ലേ? എന്നാ ഞാൻ പറയട്ടെ വേറൊരു പാട്ട്. മൈഥിലിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട്, മൈഥിലി എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്നതാണ്, പണ്ടത്തെ ഒരു പാട്ട്, ഇന്ദുപുഷ്പം. ഓ പണ്ടല്ലേ. ഇപ്പൊ ആ പാട്ടൊന്നും അല്ലേ പാടുന്നേ? ഇപ്പൊ കൊറേ നാളായി ആ പാട്ട് പാടിയിട്ട്. ആണോ? എന്നാ ഇപ്പൊ ആ പാട്ട് പാടും. പാട്ട് പാടി കുളവാക്കണോ? അതൊന്നും സാരില്ല, അതൊന്നും സാരില്ല. Let's sing എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നമുക്ക് ഒരുമിച്ച് പാടാതെ പഠിക്കോ പഠിക്കോ കേക്കട്ടെ. പുഷ്പോ വേറെ ഏതെങ്കിലും പാടോ? എന്നാ ഇഷ്ടമുള്ള പഠിക്കോ. വേറെ ഏത് പാട്ടോ? എന്നാ മോന്റെ നീലിന് ഏറ്റവും കൂടുതൽ പാടി കൊടുക്കുന്ന പാട്ട് ഏതാ? നീലിനോ? ഇല്ലുമിനാറ്റി. ഇല്ലുമിനാറ്റി. അത് പാടും. അവരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ഇല്ലുമിനാറ്റി വായിച്ചു എന്ന് പറയുമ്പോഴാണ് അവൻ നിർത്തുന്നത്. ആണോ? എന്നാ അത് പഠിക്കും. ഇല്ലുമിനാറ്റി. എന്നാ ശരി പഠിക്കാം അത്. ഇല്ലില്ല. പിന്നെ ഏത് പാട്ടാ? ഒരു പാട്ട് പറഞ്ഞാ? അല്ല, സമ്പത്ത് പാടി തരുന്ന പാട്ട് ഏതാ? സമ്പത്ത് പാടി തരുന്നയോ? എന്നാ അടുത്ത സെഗ്മെന്റിൽ പാടാം. ഓക്കെ, അടുത്ത സെഗ്മെന്റ്. ശരി, അടുത്ത ഒരു സെഗ്മെന്റ് പാട്ട് ഓർത്ത് വെക്ക്. ഓക്കെ, ഇനിയിപ്പോ അടുത്തെന്ന് പറഞ്ഞാല് അടുത്ത സെഗ്മെന്റ് സ്റ്റോപ്പ് ദിസ് ന്യൂസ് എന്നുള്ളതാണ്. അതായത് മൈഥിലിനെ കുറിച്ച് തന്നെ ഓരോ വാർത്തകളും ഇതിനു മുമ്പേ തന്നെ ഓരോരോ പേജുകളിലും അല്ല ഓരോരുത്തും മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആ ന്യൂസ് അതിനെന്താണെന്നുള്ള രീതിയിൽ ഒരു കൺക്ലൂഡ് ചെയ്ത് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വീണ്ടും എടുത്തിട്ട് വേണ്ടട്ടാ, നോക്കാം എന്താണെന്ന് വെച്ചാൽ. അത് പറയാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം അത് പറയാ, അല്ലെങ്കിൽ നമുക്ക് പാസ് ചെയ്യാം. കിട്ടിയ അവസരങ്ങൾ ചോദിച്ചു വാങ്ങിച്ചത് മൈഥിലി. കിട്ടിയ അവസരങ്ങൾ ഞാൻ ചോദിച്ചു വാങ്ങിച്ച അങ്ങനെ ഒരു ന്യൂസ്. അങ്ങനെയൊക്കെ ന്യൂസ് ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. അല്ല, അപ്പം അത് അങ്ങനത്തെ ഒരു ന്യൂസേ ഇല്ല. ഇതൊന്നും സത്യമല്ല. ചോദിച്ചു അല്ല, ഇതെന്താണ് ചോദിച്ചു വാങ്ങിക്കാറ്? ചെയ്ത സിനിമകളിൽ പലതും റിഗ്രറ്റ് തോന്നിയവ തുറന്നു പറഞ്ഞ മൈഥിലി. ചെയ്ത സിനിമകൾ പലതും റിഗ്രറ്റ് ഒന്നും ഇല്ല എനിക്ക്. ചെയ്ത സിനിമയിൽ ഇല്ല. ചെയ്തത് ചെയ്തു കഴിഞ്ഞു. ലൈക്ക് ഇപ്പൊ ഇതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും സൈഡിൽ there is a good side and bad side. എല്ലാവർക്കും ഉണ്ട് നല്ല മൂവീസും ബാഡ് മൂവീസും. അപ്പൊ അതിനകത്ത് ഇത് പറഞ്ഞപ്പോ മൈഥിലി ഏതോ ഒരു സിനിമയിൽ സ്മോക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു. അത് അന്ന് പോസ്റ്ററിലൊക്കെ നിറയെ ഒട്ടിച്ചുകൊണ്ട് അന്ന് കുറെ അത് ഇഷ്യൂ ആയി, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ന്യൂസ് ഒക്കെ വന്നില്ലേ? അതിനെ കുറിച്ച് എന്താ, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? അത് അന്ന് ആ സമയത്ത് എനിക്ക് തോന്നുന്നു മാറ്റ്നിയുടെ ടൈമില് അതില് സ്മോക്ക് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പിക്ചർ സ്കൂളിന്റെ പരിസരങ്ങളില് ഇവര് കൊണ്ടുപോയി ഒട്ടിച്ചു. അതാണ് അന്ന് പോസ്റ്റർ അതങ്ങനെ ചെയ്യാൻ പാടില്ല ആക്ച്വലി. അപ്പൊ അത് നമുക്ക് അത് കുട്ടികൾക്ക് അല്ലെങ്കിൽ അതൊരു അങ്ങനെ സ്മോക്കിംഗ് എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമൊന്നും അല്ല. ഇറ്റ്സ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അപ്പൊ അത് ഒരു നല്ലൊരു മെസ്സേജ് അല്ല കൊടുക്കുന്നത്. അപ്പൊ അത് കുട്ടികളിലോട്ട് എത്തരുത്, അല്ലെ അങ്ങനത്തെ ഒരു ന്യൂ ജനറേഷനിലോട്ട് എത്തരുത് എന്നുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇത് വന്നത്. അതേപോലെ തന്നെ സോൾട്ട് ആൻഡ് പെപ്പറിനകത്ത് ബീർ കുടിക്കണ ഒരു സീനും ഉണ്ട്. അത് കൽപ്പന ചേച്ചി നമ്മളെല്ലാരും കൂടി ഇരുന്നിട്ട്. അപ്പൊ എന്താ നിങ്ങൾ കുടിച്ചത്? നിങ്ങൾ എല്ലാരും കൂടി ഇരുന്നിട്ട് ഹാപ്പി ഫീസ് ആണോ? ഹാപ്പി ഫീസ് ആണ് ബീർ ഒപ്പിക്കാത്ത. ശരിക്കും ഹാപ്പി ഫീസാ കുടിച്ചത് ആണല്ലേ? ഓക്കെ, ശരി. അടുത്തത്, നടി മൈഥിലി ആത്മഹത്യക്ക് ശ്രമിച്ചതായി വാർത്ത. എന്റെ ദൈവമേ, എന്റെ ചത്താലും ഞാൻ ചാവൂല കേട്ടോ. ഞാൻ മരിച്ചു വരെ വാർത്തയൊക്കെ കേട്ടിട്ടുണ്ട് ആക്ച്വലി. ആണോ? എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. മരിച്ചോ മൈഥിലി? ഞാൻ തന്നെ സംസാരിക്കുന്നത്. ഇതൊക്കെ എപ്പോഴാ മൈഥിലി ഇങ്ങനെയൊക്കെ ഉണ്ടായത്? ഇതൊക്കെ 2000 എനിക്ക് തോന്നുന്നു 12, 30 അല്ല 10 ഒക്കെ കാലഘട്ടത്തിലാന്ന് തോന്നുന്നു. 2010 ആ കാലഘട്ടത്തിലൊക്കെയാന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനത്തെ ഇത് വരുമ്പോ ഇന്നത്തെ പോലെ ചിരിച്ചു ഞാനോ മരിച്ചോ എന്നുള്ള
അങ്ങനെയാണോ അന്ന് അതൊക്കെ കേട്ടപ്പം ആ ന്യൂസിനെയൊക്കെ? അല്ല, ഈ വിളിക്കുന്നവര് ഭയങ്കര സങ്കടത്തിലാ വിളിക്കുന്നത്. അല്ല മനസ്സിലായി, തോന്നി ചോദ്യത്തിന് പ്രസക്തിയില്ല. എന്തൊക്കെയാണല്ലേ പറഞ്ഞത്? ജീവിച്ച് പച്ചയോളം നിക്ക, പക്ഷെ ന്യൂസ് വരണത് സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ വരും. അതാണ് ഇപ്പൊ പറഞ്ഞതൊക്കെ ഓരോന്നും കണ്ടിട്ട്. മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. പ്രണയിച്ചു ചതിച്ച സംവിധായകനെ കുറിച്ച് മൈഥിലി. ഏത് സംവിധായകനാ? എന്ത് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള എഴുതി പിടിക്കുന്നത്. ഇതേ ഓരോ ന്യൂസും പറഞ്ഞത്. അടുത്തത്, താരസംഘടനകളോട് എതിർപ്പില്ല, എന്നാലും പറയേണ്ടത് ഞാൻ പറയുക തന്നെ ചെയ്യും. താരസംഘടനകളോട് എനിക്ക് എതിർപ്പില്ല, പറയേണ്ടത് ഞാൻ പറയും. ഇപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും. എപ്പോഴാണേലും. ഓക്കെ. ഈ സെഗ്മെന്റിലെ ലാസ്റ്റ് ചോദ്യം. ഈ ചോദ്യം ഇതാണ്: WCCയുടെ ആദർശങ്ങളോട് എനിക്ക് പൂർണ്ണമായ വിയോജിപ്പാണ് മൈഥിലി. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വിയോജിപ്പാണെന്നോ? എനിക്കങ്ങനെ ആരോടും വിയോജിപ്പൊന്നുമില്ല, ആരോടും പേഴ്സണലി ഒന്നുമില്ല എനിക്ക്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ WCC തുടങ്ങിയതോ ആരൊക്കെയാണ് തുടങ്ങിയതെന്നോ ഒന്നും എനിക്കറിയില്ല. എന്നെ ഇതിനകത്തോട്ട് വിളിക്കുവോ അല്ലെ ഇങ്ങനെ ഒരു സംഘടനകൾ ഇങ്ങനെ എല്ലാരും കൂടെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാത്ത കാര്യം പറയാത്തല്ലേ നല്ലത്. അപ്പം എനിക്ക് അതുകൊണ്ട് WCCനെ കുറിച്ച് ഒന്നും അറിയില്ല. പിന്നെ അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെല്ലാരും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. 2018 എൻ്റെ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് പോലും ഇവരിൽ ആരോ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, മൈഥിലിക്ക് എല്ലാവിധ സപ്പോർട്ടും എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ അറിയാവുന്ന സുഹൃത്തുക്കൾ അടക്കമുള്ള ആൾക്കാർ ഈ സംഘടനയിലുണ്ട്. ഒരാൾ പോലും എന്നെ പേഴ്സണലി വിളിച്ച് ചോദിച്ചിട്ടില്ല എന്താണ് മൈഥിലി ഇഷ്യൂ എന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നു, എന്താണ് നിങ്ങക്ക് തോന്നുന്നത്? എന്താണ് നിങ്ങക്ക് തോന്നുന്നത്? അതെ, നമുക്കൊരു എനിക്ക് എന്താണ് തോന്നുന്നത് എന്ന് പറഞ്ഞാല് പബ്ലിക് അറ്റൻഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ഞാനത് എൻ്റെ അടുത്ത് ഇപ്പൊ ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. എനിക്ക് അവരോട് ആരോടും ഒരു എതിർപ്പും ഇതും ഒന്നുമില്ല. എല്ലാവരോടും നാളെ കാണേണ്ടവരാണ്, നാളെ വർക്ക് ചെയ്യേണ്ടവരാണ്. ആരോടും ഒരു ഇതുമില്ല. അപ്പം ഓക്കെ. അങ്ങനെ നമ്മുടെ ആ സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു ഫൺ സെഗ്മെന്റിലേക്ക് പോകാം. അപ്പൊ ഇനി മൈഥിലി, നമ്മൾ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ചക്കം പക്കം. അതാണ്. ചക്കത്തില് ഫുൾ ചോദ്യങ്ങളാണ്, പക്കത്തില് ഫുൾ ടാസ്കുകളാണ്. അപ്പം അതിലെ ചോദ്യം വരുമ്പോൾ അതിന് ഇതാ കാണിക്കാനായിട്ട് യെസ് അല്ലെങ്കിൽ നോ കാണിക്കാം. ഓക്കെ. എന്നിട്ട് കുറച്ച് ടാസ്കുകളൊക്കെ വരും കേട്ടോ. ആൻസർ ഒക്കെ തെറ്റിക്കഴിഞ്ഞാലൊക്കെ അപ്പൊ ഒരു ചക്കത്തിന് ഒരു പക്കം എന്തായാലും ഉണ്ട്. ഓക്കെ. അപ്പൊ ആദ്യത്തെ ചക്കം ഇതാണ്: എന്നെ എന്താ ഇപ്പോ ആരും സിനിമയിൽ വിളിക്കാത്തത് എന്ന് സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കിയിട്ടുണ്ട്. എന്നെ എന്താ ഇപ്പോൾ ആരും സിനിമയിൽ വിളിക്കാത്തത് എന്ന് സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കിയിട്ടുണ്ട്. നോ, ചോദിച്ചിട്ടില്ല. ശരി. അപ്പൊ നമ്മൾ ഇനി അടുത്ത പക്കം, ഒരു മെലഡി സോങ് പാടുക. ഡിങ് 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 ഡിങ്. മുമ്പ് എന്നോട് പാട്ട് പാടാന്നൊക്കെ പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്താണ്. ഇനി ഇപ്പൊ പാടിയേ പറ്റൂ. ഏത് പാട്ടാ പാടുന്നേ? ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിലേക്ക് ഒരു പാട്ട് വരും, ആ പാട്ടങ്ങ് പാടുക. അങ്ങനെയല്ല തുടങ്ങുന്നത്. വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ, മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ, കുളിരോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. ബ്യൂട്ടിഫുൾ. അങ്ങനെ നല്ലൊരു ഗായികയും കൂടിയാണ് മൈഥിലി എന്ന് നമ്മളിപ്പോ കണ്ടു. നമുക്ക് അറിയണ കാര്യമാണ് കേട്ടോ, ഓൾറെഡി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. നല്ലൊരു ഡാൻസറും നല്ലൊരു ഗായികയും നല്ലൊരു ആക്ടറും ഒക്കെയാണ്. അപ്പൊ അടുത്ത ചക്കം, ഇന്റർവ്യൂ ചോദിച്ച് വിളിച്ചയാളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നോ. അപ്പൊ അടുത്ത പക്കം, സ്വന്തം വാട്സാപ്പില് നിലവിൽ എത്ര പേരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്ന് തുറന്നു പറയുക. എന്റെ വാട്സാപ്പില് ആരെങ്കിലുമൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ബ്ലോക്ക് ഞാൻ അത്ര ആക്റ്റീവ് അല്ല. ഞാൻ ആകെ അതിനകത്ത് കുറച്ച് പേരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാറുള്ളൂ. സംസാരിക്കുള്ളൂ. ഞാൻ അത്ര ആക്റ്റീവ് അല്ല. ഓക്കെ, ശരി.
സ്വന്തം സിനിമ ടി വിയിൽ വരുമ്പോൾ സിനിമ വീണ്ടും കണ്ട് അഭിനയം സ്വയം വിലയിരുത്തിയിട്ടുണ്ട്? ഇല്ല. ഇല്ല. ഞാൻ അങ്ങനെ ഒരു തവണ കണ്ടിട്ട് പിന്നെ എനിക്കിനി അടുത്ത പടം ചെയ്താ മതി എന്നാണ്. കൂടുതൽ കണ്ടോണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്ത പടം ഇനി ചെയ്യണം. നോ കാണിച്ചോ? നോ, ഇല്ല. അപ്പൊ അങ്ങനെ കണ്ട് നോക്കാറില്ല. ശരി. കൂടെ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന 3 നായകന്മാരുടെ പേര് വെളിപ്പെടുത്തുക. അതാണ് ടാസ്ക്. കൂടെ അഭിനയിക്കാൻ താല്പര്യമുള്ള ആക്ടേഴ്സിന്റെ പേര്, 3 നായകന്മാരുടെ പേര് പറയാം. ദുൽഖർ, 2, ടോവിനോ, 3. പിന്നാരാ ഇഷ്ടമുള്ളവരെ? മമ്മൂക്ക. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. കൂടെ അഭിനയിച്ച സഹതാരങ്ങളിൽ ചിലർ ലൊക്കേഷനിൽ വെച്ചുണ്ടായ സൗഹൃദം പിന്നീട് അതേ രീതിയിൽ പുലർത്തിയിട്ടില്ല. ലൊക്കേഷൻ എന്താ? ലൊക്കേഷനിൽ നിങ്ങളുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് നിങ്ങൾ എല്ലാവരും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ, പിന്നീട് അതിനുശേഷം അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെയുള്ളവരുണ്ടോന്നോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അതോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. ആണ്. എല്ലാരും അപ്പൊ കാണും, സിനിമ ചെയ്യും, പോകുന്ന ആൾക്കാരായിരിക്കുമല്ലോ മോസ്റ്റ് ഓഫ് ദം. പിന്നെ അതങ്ങോട്ട് അതിലത് ഏറ്റവും റെയർ ആയിട്ടുള്ളവരല്ലേ കുറച്ചും കൂടെ ക്ലോസ് ആവത്തുള്ളൂ. അപ്പൊ യെസ് കാണിച്ചോ? യെസ്, പുലർത്തിയിട്ടില്ല. ഓക്കെ. അപ്പൊ അത് 1ാം ക്ലാസ്സില് കൂടെ പഠിച്ച 2 ഫ്രണ്ട്സിന്റെ പേര് പറയുക. 1ാം ക്ലാസ്സിലോ? ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ ബിൻസി, സിബി മതി, 2 പേരുടെ പേര് മതി. അവരായിട്ട് ഇപ്പോഴും കണക്റ്റഡ് ആണോ? ബിൻസി വിളിക്കും. 2 പേരും കല്യാണം കഴിച്ച് പുറത്താണ്. എവിടെ അവര്? ഒരാള് എനിക്ക് തോന്നുന്നു സൗദിയിലാന്ന്, ഒരാള് ന്യൂസിലാൻഡിലാന്ന് തോട്ടാണ്. ഓക്കെ, ശരി. അന്നത്തെ ഫ്രണ്ട്സിനെയൊക്കെ ഓർമ്മയുണ്ടോ? അപ്പൊ പിന്നെ ഇപ്പോഴും അതില് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. 8th പഠിച്ച ഫ്രണ്ട്സ് ഇവിടെ കോസ്മെറ്റോളജിസ്റ്റ് ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ അവരുടെ അടുത്ത് പോവാ അല്ലേ? ഓക്കെ. അടുത്തത്, മടിച്ചു ചിലരോട് സോറി പറഞ്ഞിട്ടുണ്ട്. മടിച്ചു സോറി ഉണ്ടോ? യെസ്, മടിച്ചാണ് പറയാറുള്ളത് അല്ലേ? എപ്പോഴാ അങ്ങനെ മടിച്ചല്ല, ഒരു വഴക്കുണ്ടാവില്ല എന്ന് വിചാരിച്ച് സോറി അങ്ങ് നേരത്തെ പറഞ്ഞേക്കും, അങ്ങ് കോംപ്രമൈസ് ആക്കാൻ. വഴക്കൊന്നും ഇട്ടോണ്ടിരിക്കാൻ വയ്യ. ഇനി അടുത്തത് ഒരു ആക്ടിങ് സെഗ്മെന്റ് ആണ്. എന്റെ അടുത്ത് പറയണം, ഈ ചോദ്യം എനിക്ക് പേടിയാണ് എന്ന് എന്റെ അടുത്ത് പറയണം. ഞാൻ പറയണോ? അങ്ങനെ ആക്ട് ചെയ്ത് കാണിക്ക, ഭയങ്കര ഭയത്തോടു കൂടി. ഇത്രയും നേരം നല്ല ചിരിച്ച് നല്ല ഇതായിട്ട് നിൽക്കുന്ന മൈഥിലിനെ കണ്ടപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർക്ക് തോന്നി ഈ കുട്ടിയിൽ എത്രത്തോളം ഭയം എന്നുള്ള ഒരു സംഭവം ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അങ്ങനെ പേടിയോടുകൂടി ഈ ഓപ്പറേഷൻ എവിടുന്നാണ് നടക്കുന്നത്? പ്രൊഡ്യൂസറിന്റെ സ്ഥലത്ത് നിന്നാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ദേഷ്യം വേണ്ട, പേടി മതി. ആ ഒരു ഭയം, പേടിയോടുകൂടി ഈ ചോദ്യം എനിക്ക് പേടിയാണ്. അങ്ങനെ ചിരിയൊന്നും വേണ്ട, ആക്ടിങ് സെഗ്മെന്റ് ആണ്. നല്ലൊരു ആക്ടറാണ് ഇവിടെ ഇരിക്കുന്നത്. ആൾക്ക് ഹ്യൂമർ ചെയ്യാനും ബാക്കി സ്ട്രോങ് ക്യാരക്ടർ ചെയ്യാനും ഒക്കെ താല്പര്യമുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഈ പേടി എന്നുള്ള സംഭവം നോക്കട്ടെ. പേടിക്കണം, ഞാൻ എന്നെ പേടിപ്പിക്ക, നീ എന്നെ പേടിക്കണം. പേടിക്കാം, എന്നെ കുറച്ച് പേടി വരട്ടെ. സത്യമായിട്ട് രമ്യയുടെ മുഖത്ത് നോക്കിയിട്ട് പേടുന്നു. ഞാൻ എന്റെ മുഖം ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ളൊരു പെൺകുട്ടീനെ അത് എങ്ങനെ പേടി തോന്നു? എന്നാ ഞാനൊരു ക്യൂട്ട് തരാം, ഞാൻ ഇങ്ങനെ ഇട്ടുതരാം. എന്തിനാ ഇത്ര പേടിക്കുന്ന മൈഥിലി? ഇത്രയും നാൾക്ക് ശേഷം മൈഥിലി വരുന്നതല്ലേ, അപ്പൊ ഇത്ര പേടിക്കുന്ന എന്തിനാ? ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കാൻ ഇത്ര പേടി വേണോ? ഞാൻ ഇവിടെ നിന്ന് ആക്റ്റീവ് ചിരിക്കരുത് കേട്ടോ. എന്റെ മുമ്പിൽ എനിക്കെന്താ വലിയ നായിക, ഞാനാണ് ABC പോലും ഇല്ലാത്ത ആള്. എന്നിട്ട് ചിരിക്കരുത്, ഓക്കെ? ഞാൻ ക്യൂട്ട് തരാം. 1, 2 ഇങ്ങനെ ഒന്നും പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. എന്തിനാ മൈഥിലി ഇങ്ങനെ ഇത്രയും നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കാന്ന് പറയുമ്പോ ഇത്രയും പേടിക്കുന്ന എന്തിനാ? ഇങ്ങനെ ഒരു ഭയം?
പറയാൻ പറ്റൂലല്ലോ, നാളെ എങ്ങനെയാണ്, എയറിലാണോ? ഞാൻ വലിയ കുട്ടിക്ക് ഭയമേ പറ്റുന്നില്ല, പാവം. മൈഥിലി ഫുൾ ടൈം എപ്പോഴും നല്ല സ്മൈലിങ്, നല്ല ഇതാണ്. കീപ് ഇറ്റ് അപ്പ് കേട്ടോ, ഇതുപോലെ നല്ല ചിരിച്ച് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. പാവം കുട്ടീനെ ഒരു ആക്ടിങ് സെഗ്മെന്റ് ഒക്കെ ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ട് ഇതൊന്നും നടക്കൂല, ഇറേസ് ചെയ്ത് കളയാം, വേണ്ട നമുക്ക്. ശരി, അടുത്ത ചോദ്യം. അഭിനയിച്ച ഒരു സീൻ വേണ്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് തോന്നിയിട്ടുണ്ട്. തോന്നിയിട്ടുണ്ട്. അപ്പം യെസ്, ഏത് മൂവിയായിരുന്നു, അല്ല ഏത് സീനായിരുന്നു? പല മൂവീസും തോന്നിയിട്ടുണ്ട്. ആണോ? എന്ത് ബോറായിട്ടാണ്, എന്തൊക്കെ ബോറാണ് കാണിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും. പക്ഷെ ഞാനതില് ഇതൊന്നും ഇല്ല, അതൊരു ഫണ്ണായിട്ട് എടുക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ വേണ്ടായിരുന്നു, ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ശരി. മറ്റുള്ളവരാൽ സഹായിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളെ പരിചയപ്പെടുത്തുക. മറ്റുള്ളവരാൽ സഹായിക്കപ്പെടുന്ന, അതായത് ചിലപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർക്ക് എല്ലാ കാര്യത്തിനും നമ്മളെ പോലത്തെ ഒരു പുറത്തുനിന്ന് നമ്മളെ പോലത്തെ പലരുടെയും സഹായം വേണ്ടി വരും. അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ സൈഡോ, അവർക്ക് പഠിക്കാനാണെങ്കിലോ, അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോ ഒക്കെ. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇപ്പൊ ചാരിറ്റി ഓർഗനൈസേഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഓർഫനേജോ അങ്ങനത്തെ എന്തെങ്കിലുമായിട്ട് മൈഥിലി അങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റുന്ന ആരെങ്കിലും, ശരിക്കും അവർക്ക് നമ്മുടെ സഹായം വേണം എന്ന് തോന്നില്ല? നമുക്ക് ചിലവരെ കാണുമ്പോൾ തോന്നില്ല ഇവർക്ക് ശരിക്കും മറ്റുള്ളവരുടെ സഹായം കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെയുള്ള ആരെങ്കിലും മൈഥിലിക്ക് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? എങ്ങനെ, കുട്ടികളെയോ? ഏതായാലും, എങ്ങനെയായാലും നിങ്ങക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. നിങ്ങൾ ചുറ്റുപാടും കണ്ണു തുറന്ന് കാണുക. അതില് നിങ്ങക്ക് എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ സഹായിക്കാൻ പറ്റുന്നു അത് ചെയ്യുക. അതിപ്പോ ആരെ അറിയിച്ചുകൊണ്ടോ ഇത് ചെയ്യണമെന്നില്ല. നിങ്ങക്ക് ഇത് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ചില കോ ആക്ടേഴ്സിന്റെ സ്നേഹം ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. ചില കോ ആർട്ടിസ്റ്റുകളുടെ സ്നേഹം ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. ആരുടെയാ? എല്ലാവരും. ദുൽഖറൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു ഡൗൺ ടു ദ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഒക്കെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ. അടുത്ത ലാസ്റ്റ് പക്കം എന്ന് വെച്ചാല് പിന്നെയും പാട്ട് പാടാൻ തന്നെയാണ്. നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിലെ കാണാമുള്ളിൽ ആ പാട്ടില്ലേ, ആ പാട്ട് പാടിക്കോളൂ. ഏറെ ദൂരെയെങ്കിൽ നീ എന്നുമെന്നെയോക്കും മിഴിനനവിൽ പൂവണിയും വസന്തമാണനുരാഗം. ഇനി കാണാമുള്ള പഠിക്കോ? നീ കാണാമുള്ള പഠിക്കോ? നാളെ ഈ പാട്ടെടുത്തിട്ട് അയക്കാനല്ലേ? ആവുന്നില്ല. കാണാമുള്ളുൾ നീറും നോവാണനുരാഗം. എത്ര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട് സീൻ ആയിരുന്നു, നല്ലൊരു സിനിമയായിരുന്നു അല്ലേ? മൈഥിലി തന്നെ ചെയ്തിരിക്കുന്നത്. പാടി ഇത്രയും നന്നായിട്ട് പാടിയിട്ടുള്ള സോങ് ഞാനിത് പാടി. എത്ര നല്ലൊരു ട്രോളൊന്നുമില്ല, നല്ല റൊമാൻറ്റിക് ആയിട്ട് നല്ല ഹിറ്റായിരുന്നു ഈ പാട്ട്. ആസിഫും മൈഥിലിയും ചേർന്നിട്ടുള്ള അത് ബ്യൂട്ടിഫുൾ, നല്ല ഒരു ഇത്. എന്നിട്ട് ആ പാട്ട് ഇന്നിപ്പോൾ പാടാൻ പറഞ്ഞപ്പോൾ മൈഥിലി പാടിയതുണ്ടോ? എത്ര ചമ്മലോ! ഒന്നുകൂടെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും? ഒന്നും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യാം. ഇല്ല, ഇത് മതി, ഇത് മതി. കൊളാക്കരുത് കേട്ടോ, ദൈവത്തെ ഓർ തന്നെ ട്രോളർ. ഓക്കെ, അന്നത്തെ ആ സിനിമ, ഈ പാട്ട് ഷൂട്ട് ചെയ്ത ആ സീക്വൻസും അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? അടിപൊളിയായിരുന്നു അല്ലേ? ഓരോ നിമിഷങ്ങളും അന്നത്തെ അട്ടകടിക്കലും ഇപ്പൊ ഇങ്ങനത്തെ ഈ ഒരു റൊമാൻറ്റിക് സീനും ചെയ്യാനൊക്കെ പറയുമ്പോഴത്തേക്ക് നാണവും കാര്യങ്ങള് അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് അയ്യോ എനിക്ക് നാണാ ഇത് ചെയ്യാൻ, അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ഇതും, നീ ഇങ്ങനെ ചെയ്യാൻ ഞാൻ ഇങ്ങനെ ചെയ്യാം, അങ്ങനത്തെ ഒരു പ്രീ പ്ലാനിങ്ങും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പറയുന്നത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കൊറിയോഗ്രാഫർ പറയുന്നത് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ.
നമ്മളായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇല്ല, കൊറിയോഗ്രാഫർ പറയുന്ന പോലെ തന്നെ നല്ല കുട്ടികളായിട്ട് നല്ല അവിടെ കുട്ടികളായിട്ട് അഭിനയിച്ചു. അഭിനയിച്ചു. അതെ. ശരി, ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് പോവാം. ഇത്രയും നേരം ഞാൻ കുറെ ചോദ്യങ്ങൾ വായിച്ചു, എന്നിട്ട് ആൻസർ പറയുകയായിരുന്നല്ലോ തമ്പുരാട്ടി അവിടെ ഇരുന്നിട്ട്. ഇനി ഞാൻ ചോദ്യങ്ങൾ വായിക്കില്ല, തമ്പുരാട്ടി തന്നെ ചോദ്യം വായിക്കുക, എന്നിട്ട് ആൻസർ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ചോദ്യം ചോദിക്കാം. അല്ല അല്ല അല്ല. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് പോവാണ്. Okay. ഇത് ലൈഫ് കാർഡ്സ് ആണ്. ഇതില് കുറച്ച് 4-5 കാർഡ്സ് ഉണ്ട്. ഈ ഓരോ കാർഡിനകത്തും എഴുതിയിട്ടുണ്ട്. അതെന്താന്ന് മൈഥിലി തന്നെ വായിച്ചിട്ട് അതിനെക്കുറിച്ച് മൈഥിലിയുടെ ഒരു ഒപ്പീനിയൻ. Is love just feeling? Sometimes we need to act in our life. ഓരോന്നോരോന്നായിട്ട് ഓരോന്ന് വായിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ. Cry without a reason. Sure. Is love a just feeling? ആണോ? ഉത്തരം പറ. എന്നോടല്ല, എന്റെ ഉത്തരമല്ല എന്നാലും എനിക്ക് അറിയണം. എന്റെ ഉത്തരമല്ലല്ലോ അറിയേണ്ടത്. എന്നാലും രമ്യ പറ. യെസ്, ഇറ്റ്സ് എ ഒരു ഫീൽ തന്നെയല്ലേ? അല്ലേ? അതെ അതെ. യെസ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്, നോ? ബീയിങ് ലവ്ഡ്. ശരിക്കും നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും ആൾക്കാരുണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലെസ്ഡ്. യെസ്, യെസ്, തീർച്ചയായിട്ടും. യെസ്, അതൊരു ബ്ലെസ്സിങ് ആണ്. സംടൈംസ് വി നീഡ് ടു ആക്ട് ഇൻ അവർ ലൈഫ്. ആണോ? Sometimes. Yes. 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 Because നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാകാം, പല സർക്കംസ്റ്റൻസിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ അതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഫോർ എ ബെറ്റർ ബ്യൂട്ടിഫുൾ ലൈഫിന് വേണ്ടിയിട്ട്. ട്രൂ ഫ്രണ്ട്ഷിപ്പ്. യെസ്, അടിപൊളിയാണ്. ട്രൂ ഫ്രണ്ട്ഷിപ്പ് ശരിക്കും പറഞ്ഞാൽ ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് എത്ര ഫ്രണ്ട് ഇത്ര ട്രൂ ആണെന്നൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റിയാൽ, ആ ഫ്രണ്ടിനെ മനസ്സിലാക്കാൻ പറ്റിയാൽ ശരിക്കും അത് ട്രൂ ആയിരിക്കും, അല്ലേ? എന്താ അതിനെ കുറിച്ച് പറയാ? എടാ ഒരു അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ഒരാളാണോ മൈഥിലി? എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ട്രൂ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് തന്നെയാണ് എൻ്റെ ട്രൂ ഫ്രണ്ട്സ്. പിന്നെ എനിക്ക് ഫ്രണ്ട്ഷിപ്പ്, എനിക്ക് ഫ്രണ്ട്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമ്മളിൽ വേറൊരു നമ്മളെ കാണാൻ പറ്റുന്ന ഒരു ഇടമാണ് ഫ്രണ്ട്സ്. യെസ്. അങ്ങനെ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഔട്ടിങ്ങിനൊക്കെ പോവാറുണ്ടോ? നിങ്ങൾ അങ്ങനെ ഗ്യാദർ ചെയ്യാറുണ്ടോ? ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാം എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് ആണ് എന്റെ ഫ്രണ്ട്സ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇപ്പൊ അവരെയൊക്കെയാണ്. പക്ഷെ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സ് ആണ്. ബട്ട് എനിക്ക് അവരെ ഇഷ്ടമാണ്. ഓക്കെ, ശരി, അടുത്തത്. Can you cry without a reason? Yeah, sometimes. Because if there is no reason എന്ന് പറയാൻ പറ്റൂല. നോ റീസൺ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളുടെ പഴയ ട്രോമാസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഹോർമോണിക്കൽ ഇംബാലൻസ് എന്തെങ്കിലും ചേഞ്ചസ് ആയിരിക്കാം. ഇപ്പോൾ നമ്മൾ പ്രഗ്നൻസി ടൈമിലൊക്കെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ടൈം ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ ഒരു റീസണും ഇല്ലാതെ കണ്ണിക്കൂടി ഇങ്ങനെ പറഞ്ഞ് വെള്ളം വരുന്ന ടൈമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അത് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ അപ്പൊ ഓക്കെ, നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കുറെ മാറ്റങ്ങളുടെ ഒരു പ്രതിഭാസമാണ്. ഓക്കെ, അതൊക്കെയാണ്. അപ്പൊ അത് ക്യാൻ യു ക്രൈ വിതൗട്ട് എ റീസൺ. പിന്നെ ഒരു റീസൺ ഇല്ലാണ്ടൊക്കെ അറിയില്ല, അങ്ങനെ ഒരു ടിപ്പിക്കൽ റീസൺ വേണം. ഇതെന്ന് പറയുന്നത് ഒരു എന്താ പറയാ, അത് ഞാൻ പറഞ്ഞല്ലോ അത് തന്നെ. ഇനിയിപ്പോ കട്ട്, ഇനി വേറെ. ഓക്കെ, ഇപ്പൊ വായിച്ച ആ കാർഡ്. ആർ യു എക്സ്പ്രസീവ്? ആണോ? വാട്ട് യു തിങ്ക്? യെസ്, യെസ് യു ആർ. പിന്നെന്തായിരുന്നു? ദേഷ്യപ്പെടാറുണ്ടോ? അങ്ങനെ ഒരു ഉണ്ടോ? പിന്നെ ആണല്ലേ? പിന്നെ ദേഷ്യം എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും വരുന്ന വികാരങ്ങളല്ലേ. ലോകത്ത് എല്ലാവർക്കും ഈ ഇമോഷൻസ് ഒക്കെ ഉണ്ട്. വെൻ യു ആർ good to me, I will also good to you. When you are angry to me, I'll also get angry to you. അല്ലേ? അങ്ങനെയല്ലേ? അല്ലേ? അങ്ങനെയല്ലേ സാധാരണ? പറ. അതെ. Everything is a give and take, no? അതെ. Everybody have every feelings. നമുക്ക് ആങ്കർ ഉണ്ട്, നമുക്ക് അങ്ങനെ ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഒട്ടും ഇങ്ങനെ പേഷ്യൻസ് ഇല്ലാണ്ട് മുൻഷണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയില്ല അല്ലേ?
മാക്സിമം നമ്മൾ ക്ഷമയോട് തന്നെ നിൽക്കും. മാക്സിമം ക്ഷമയുടെ നെല്ലിപ്പലക കഴിഞ്ഞിട്ട് എന്നിട്ടേ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കത്തുള്ളൂ. ഓക്കെ, അതെ. അടുത്തത്. Does life require a purpose and goal? Definitely. നമുക്കൊരു പർപ്പസ് വേണ്ടേ, നമുക്കൊരു ഗോൾ ഉണ്ടാവണ്ടേ, എങ്കിലല്ലേ സ്മൂത്ത് ആയിട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അച്ചീവ്മെന്റ്സ് ഉണ്ടാവത്തുള്ളൂ. അതാണ്. ഓക്കെ, You should not give up yourself. ഓക്കെ, You should move forward, walk forward. അത്രേ ഉള്ളൂ. ഓക്കെ. Yes. നെക്സ്റ്റ്. അത്രേ ഉള്ളടാ. കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ലൈഫ് കാർഡ്സ് എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു, നമ്മളെല്ലാം പറഞ്ഞു അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ഇതിനകത്ത് ഇനി ഒരേ ഒരു ചോദ്യം കൂടെ ഉള്ളൂ. നേരത്തെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വളരെ ഏർലി തന്നെ വന്നു അല്ലേ? പലരുമാണിക്യത്തിൽ വന്നപ്പോൾ എത്ര ഉണ്ട് പ്രായം? 18. ആ സമയത്ത് തന്നെ ഒരുപാട് എന്തൊക്കെയോ ഈ ട്രോമ, കുറെ എന്തൊക്കെയോ ടോർച്ചറിങ്ങും അതൊക്കെ ഫേസ് ചെയ്തിട്ടുമുണ്ട്. ആ ഒരു ഇതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്ത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്ന് ഇപ്പം ഇങ്ങനെ ഇരുന്ന് ബാക്ക് ടു ബാക്ക് ചിരിക്കുന്നത്? അതിന്റെ പിന്നിലത്തെ ആ രഹസ്യം അതും കൂടെ പറയൂ. അത് അറ്റ് ദ ഏജ് ഓഫ് 17 ഞാനത് എൻ്റെ ലൈഫിലെ ഒരു ബിഗ് ക്രൈസിസ് ആണ് ഉണ്ടായത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ വേറെ രീതിയിലാണ് അതിനെ വളച്ചൊടിച്ച് വേറെ സിനിമാക്കാരെ വരെ ആക്കി കളഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയൊന്നും അല്ല. ഞാനത് വനിതയിൽ ഇന്റർവ്യൂവിൽ ഓൾറെഡി കൊടുത്തതാണ്, പറഞ്ഞതുമാണ്. ഞാൻ ഹയർ ഓഫീഷ്യൽസിനോട് ഞാൻ എൻ്റെ വ്യക്തമായ കാര്യങ്ങളും ഇത് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അത്രയും നമ്മൾ ഏറ്റവും നമ്മൾ അല്ലെ സ്നേഹം, പ്രണയം എന്നൊക്കെ പറയുന്ന ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 17-18 വയസ്സെന്ന് പറഞ്ഞാൽ ഇതൊന്നും അറിയില്ല എന്താണ്, ഒന്നും അറിയാത്തൊരു ഏജിൽ നമ്മൾ ഏറ്റവും ഒരു വയലൻസിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പം അത് എങ്ങനെയൊക്കെയോ ഓവർകം ചെയ്തു ഞാൻ. എനിക്കൊരു കരിയർ ആയിരുന്നു എനിക്ക് എപ്പോഴും വലുത്. ടിൽ ഇപ്പോൾ ഈ ഒരു ടൈം വരെയും ഞാൻ അതിന് വേണ്ടിയിട്ടേ ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ. കരിയർ ബിൽഡ് ചെയ്യണം എൻ്റെ എന്ന് മാത്രമായിരുന്നു എൻ്റെ ഒരു ചിന്ത, എൻ്റെ ഓൾ ടൈം. പിന്നെ ഞാൻ എപ്പോഴും പേടിച്ചത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി സംസാരിച്ചതാണ്. ഇനിയിപ്പം I don't want to look back. I want to move forward. I want to look forward. I don't want to look back. Okay. I want to be happy. Okay. Yes. Be happy always. Yes. You know. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ karma is there, no? Whoever it's there. I believe in it. Yes. You believe in karma. Yeah. Okay. അപ്പൊ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മുടെ മൈഥിലിക്കുട്ടി തന്നെ പാടിയ, ഇപ്പൊ തന്നെ മൈഥിലിയുടെ അടുത്ത് ഓരോ പാട്ട് പാടാൻ പറയുമ്പോഴത്തേക്ക് മൈഥിലിക്ക് എന്തൊരു നാണാണെന്നറിയോ, എത്ര നന്നായിട്ട് പാട്ട് പാടുന്നത്. ബട്ട് സ്റ്റിൽ ഏത് പാട്ട് പാടാൻ പറഞ്ഞാലും ഇങ്ങനെ നിന്നിട്ട് കുറച്ച് സമയം ഒരു ഇതാണ്. ഇനി മൈഥിലി തന്നെ പാടിയ പാട്ടുണ്ട് നമ്മുടെ കല്യാണ വീട്ടിലെ ആ പാട്ടിൽ. അയ്യോ, ഞാൻ ഏറ്റവും വെറുക്കുന്ന ഒരു സോളുണ്ട്. എനിക്ക് ആ പാട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. അതെന്താ? എനിക്ക് ഇഷ്ടമല്ല. എന്നാ പിന്നെ നമുക്ക് നല്ലൊരു ഹാപ്പി മൂഡില് നമ്മുടെ ഈ ഇന്റർവ്യൂ തന്നെ വൈൻഡപ്പ് ചെയ്യാൻ നല്ലൊരു പാട്ട് പാടിയിട്ട്. ഞാൻ ഷാബാസിക്കന്റെ കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഏതാ? ലോകത്തില്. ലോകത്തിലെ പാട്ട്. എന്നാ അത് പാട്.
താങ്ക് യു സോ മച്ച് മൈഥിലി. ഇത്രയും നല്ലൊരു നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വന്നിട്ട് ഇത്രയും നല്ല കുറേ നല്ല മൊമെന്റ്സും കുറേ നല്ല കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. ഇനിയും നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരിയായ ഈ ഒരു ആക്ടർ. അപ്പോൾ അതിൽ തന്നെ മൈഥിലിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ഹ്യൂമർ ഒരു കഥാപാത്രവും ബാക്കി ഇതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നത് പോലത്തെ തന്നെ നല്ല കഥാപാത്രങ്ങളും ഉടനെ തന്നെ മൈഥിലിനെ തേടി കൊടൈക്കനാലിലേക്ക് സ്ക്രിപ്റ്റുമായിട്ട് എത്തട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തരണം ഇന്റർവ്യൂ. അന്നേരം ബിസി ആയിട്ട് പോകുമ്പോൾ ഇല്ല ഞങ്ങൾക്കില്ല എന്ന് പറയരുത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഇത്രയും നാളും. ഇല്ല അപ്പൊ ഇനിയും പറയും. അല്ല, ഇനി പറയുമ്പോൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ വിഷ് ചെയ്യണത്, പ്രാർത്ഥിക്കണത്. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി Thank you, my dear. Yes. Yes. So you just keep going. Yes. Thank you so much. Yes. You take care. Thank you, dear. Thank Yes. you. Bye. Bye. Yeah.